Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we turn our Bibles once again to 1 Kings chapter 7 and read verse 21. ഒരിക്കൽ കൂടി നമ്മുടെ വേദപുസ്തകം 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരാം. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതിൽക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഖീൻ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. And he set up the pillars in the porch of the temple, and he set up the right pillar and called the name thereof Jachin, and he set up the left pillar and called the name thereof Boaz. Praise the Lord. ദൈവത്തിന് സ്തോത്രം. These days we are considering the spiritual implications of the two pillars that stood at the porch of Solomon's temple. ശലോമോന്റെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നതായ രണ്ട് സ്തംഭങ്ങളുടെ ആത്മീയ അർത്ഥങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. I will just briefly tell you what we considered yesterday. ഇന്നലെ നാം എന്താണ് കണ്ടത് എന്നുള്ളതിനെ ഞാൻ വളരെ ചുരുക്കമായി നിങ്ങളോട് പങ്കുവയ്ക്കാം. The name Jachin was one of the names of the 24 courses of the priests that existed during the time of David. യാഖീൻ എന്നുള്ള പേര് ദാവീദിന്റെ കാലത്ത് നിലനിന്നിരുന്ന 24 പുരോഹിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടത്തിന്റെ പേരായിരുന്നു. And the name Boaz was the name of the great grandfather of King David. ബോവാസ് എന്നുള്ളത് ദാവീദ് രാജാവിന്റെ വലിയ പിതാമഹന്റെ പേരായിരുന്നു. So one of these pillars represented the priesthood and the other pillar represented royalty. ഈ സ്തംഭങ്ങളിൽ ഒന്ന് അത് പൗരോഹിത്യത്തെയും മറ്റൊന്ന് രാജത്വത്തെയും കാണിക്കുന്നു. So we saw yesterday how from those pillars we realized that we who pass between those pillars are kings and priests. ആ രണ്ട് സ്തംഭങ്ങളിൽ നിന്നും ആ രണ്ട് സ്തംഭങ്ങളുടെ മധ്യേ കടക്കുന്നവരായ നാം എപ്രകാരം രാജകീയ പുരോഹിത വർഗമായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം കണ്ടു. In the Old Testament, the kings were involved in gathering the material and building the temple. The priests were involved in serving in the temple. പഴയ നിയമകാലത്ത് രാജാക്കന്മാർ ഈ ആലയം പണിക്ക് വേണ്ടതായ വസ്തുവകകൾ സ്വരൂപിക്കുകയും അത് പണിയുകയും ചെയ്തു. പുരോഹിതന്മാർ അതിന്റെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. In the New Testament, we are the kings, we are the priests, and we are the temple. പുതിയ നിയമകാലത്ത് നാം ആണ് രാജാക്കന്മാർ, നാം തന്നെയാണ് പുരോഹിതന്മാർ, നാം തന്നെയാണ് ആലയവും. As kings and priests, we build while we serve, and we serve while we build. രാജകീയ പുരോഹിത വർഗമായി നാം പണിയുമ്പോൾ നാം ശുശ്രൂഷിക്കുന്നു, നാം ശുശ്രൂഷിക്കുമ്പോൾ നാം പണിയുന്നു. Secondly, we saw that the name Jachin means the Lord will establish. രണ്ടാമതായി നാം കണ്ടത് യാഖിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവം സ്ഥിരപ്പെടുത്തുമെന്നാണ്. And the name Boaz means in the temple there is strength. ബോവസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ, അതായത് ആലയത്തിൽ തന്നെ ബലം ഉണ്ട്. So those who pass between these two pillars will be made steadfast. Their unsteadiness will leave and they will be strengthened. ഈ രണ്ട് തൂണുകളുടെ മധ്യേ, സ്തംഭങ്ങളുടെ മധ്യേ കടന്നു പോകുന്നവർ അവരുടെ അസ്ഥിരതയൊക്കെ മാറി സ്ഥിരപ്പെടുകയും ദൈവത്തിന്റെ ബലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. Here is a picture of the model of Solomon's temple. ഇവിടെ ശലോമോന്റെ ആലയത്തിന്റെ ഒരു ചിത്രീകരണമുണ്ട്. And those two pillars are standing outside in the porch. അവിടെ അതിന്റെ പ്രാകാരത്തിൽ രണ്ട് സ്തംഭങ്ങൾ നിൽക്കുന്നു. So those who pass between these two pillars will receive great powers is the implication. അതിന്റെ അർത്ഥം ആ രണ്ട് തൂണുകളുടെ മധ്യേ കടന്നു പോകുന്നവർക്ക് വലിയ ശക്തി ലഭിക്കും എന്നുള്ളതാണ്. In the New Testament, these pillars do not exist literally in our churches. ഈ പുതിയ നിയമകാലത്ത് നമ്മുടെ സഭകളിൽ, ആലയങ്ങളിൽ ഇങ്ങനെയുള്ള രണ്ട് തൂണുകൾ അല്ലെ സ്തംഭങ്ങൾ ഇല്ല. But the meaning is that whenever we come to church, whenever we come to the presence of God, there is a building and there is a strengthening, there is an establishing. എന്നാൽ അതിന്റെ അർത്ഥം നാം എപ്പോഴെല്ലാം ദൈവസന്നിധിയിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നുവോ അപ്പോഴൊക്കെ ദൈവം നമ്മെ സ്ഥിരപ്പെടുത്തുകയും നമുക്ക് ബലം പകരുകയും ചെയ്യും. We also saw yesterday how Satan is also trying to grab these powers that come from these pillars. ഈ രണ്ട് സ്തംഭങ്ങളിൽ നിന്ന് വരുന്നതായ ശക്തി എപ്രകാരം പിശാചും വലിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഇന്നലെ കണ്ടു. We saw how people from other world views with other plans are trying to imitate this Solomon's temple and have put these pillars in their places of worship. മറ്റ് ലൗകിക വീക്ഷണങ്ങളോട് കൂടിയ ലോക മനുഷ്യരായിട്ടുള്ളവർ ശലോമോന്റെ ആലയത്തിന്റെ ഉള്ളതായ ഈ രണ്ട് സ്തംഭങ്ങളെ എപ്രകാരം അതിനെ അനുകരിച്ച് ആ ശക്തി അവർ സ്വായത്തമാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നാം കണ്ടുവല്ലോ. King Solomon, who himself built this temple, in his latter days went into a great backsliding. ഈ ആലയം പണിതതായ ശലോമോൻ രാജാവ് തന്നെ പിൽക്കാലത്ത് വലിയ പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി. He who built a temple for God started building
monuments and places of worship and high places for strange gods. ദൈവത്തിന് ഒരു ആലയം പണിതതായ അതേ വ്യക്തി തന്നെ പിൽക്കാലത്ത് മറ്റ് അന്യ ദേവന്മാർക്ക് ദേവതകൾക്ക് അവർക്കുള്ള കെട്ടിടങ്ങളും മന്ദിരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പണിയുന്നവനായി തീർന്നു. This he did to please his foreign wives. തന്റെ അന്യജാതിക്കാരായ ഭാര്യമാരെ പ്രസാദിപ്പിക്കുവാനാണ് താൻ ഇത് ചെയ്തത്. So it is possible that he could have put these two pillars in those places of worship as well. അതുകൊണ്ട് ഇങ്ങനെയുള്ള രണ്ട് സ്തംഭങ്ങൾ അങ്ങനെയുള്ള ആരാധനാലയങ്ങളിലും അവൻ വെച്ചിരിക്കാം. And that's how it could have passed on to various other religions. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് മറ്റു പല മതങ്ങളിലേക്കും കടന്നുപോയത്. Today we are going to see another fallout or a consequence of these two pillars. ഈ രണ്ട് സ്തംഭങ്ങളുടെ മറ്റൊരു പരിണിത ഫലത്തെക്കുറിച്ച് നാം ഇന്ന് കാണുവാൻ പോകുകയാണ്. Most of you will know about playing cards. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ചീട്ട് കളിക്കുന്ന ചീട്ടുകളെ കുറിച്ച് അറിയാമായിരിക്കും. But there are other cards which are used for predictions. For example, some people use parrots to pick out certain cards to make predictions to certain people. എന്നാൽ മറ്റു ചില ചീട്ടുകൾ കൂടിയുണ്ട്. ഉദാഹരണമായി ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, തത്തയെ ഉപയോഗിച്ച് ചില ചീട്ടെടുത്തിട്ട് അതുകൊണ്ട് ഭാവി പറയുന്നതും ജ്യോതിഷം പറയുന്നതുമായിട്ടുള്ള അനുഭവം നിങ്ങൾക്കറിയാമായിരിക്കും. In the same way, in the satanic world, there are some cards, they are called tarot cards. അതുപോലെ തന്നെ സാത്താന്റെ ലോകത്തിലും ഇപ്രകാരമുള്ള ചില ചീട്ടുകളുണ്ട്. അതിന്റെ പേര് ടാരോ ചീട്ടുകൾ എന്നാണ്. These tarot cards are used for guidance, for counseling, for predictions for individuals. ഈ ടാരോ ചീട്ടുകൾ ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് അവർക്ക് വേണ്ട ആലോചനകൾ ലഭിക്കുന്നതിനും അവരുടെ ഭാവി അറിയാനും ഒക്കെ ആയിട്ടാണ്. They have different pictures and symbols on them, and people who are possessed by certain spirits will pick out certain cards and place them together for the individual and make certain interpretations and give certain conclusions for those who have come for advice. ആ ചീട്ടുകളിൽ ചില ചിത്രങ്ങളും ചില അടയാളങ്ങളും ഒക്കെ ഉണ്ട്. ചില ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ചിലർ ഈ ചീട്ടുകൾ എടുത്തിട്ട് കുറെ ചീട്ടുകൾ എടുത്ത് അത് കൂട്ടിവെച്ച് അതിൽ നിന്ന് ചില വ്യാഖ്യാനങ്ങൾ നൽകി അവരുടെ ഭാവിയെ കുറിച്ചുള്ള ചില ആലോചനകളൊക്കെ അറിയിക്കും. I told you each card has some pictures in them or some symbols in them. ഓരോ കാർഡുകളിലും ചില ചിത്രങ്ങളും ചില അടയാളങ്ങളും ഒക്കെ ഉണ്ട്. One such card is depicted in the chart behind. പുറകിലുള്ള ചാർട്ടില് അപ്രകാരമുള്ള ഒരു ചീട്ടാണ് കാണിച്ചിരിക്കുന്നത്. If you notice in that card, ആ ചീട്ടിൽ നിങ്ങൾ നോക്കിയാൽ you will see the two pillars are appearing again. അവിടെ രണ്ട് സ്തംഭങ്ങൾ വീണ്ടും വരുന്നത് നിങ്ങൾക്ക് കാണാം. One pillar has B on it representing Boaz, and another pillar has J on it representing Jachin. അതിലൊരു സ്തംഭത്തിന് ബി എന്നുള്ളത് ബോവസിനെ കാണിക്കുവാനും മറ്റൊന്ന് ജെ എന്നുള്ളത് അത് യാഖീൻ എന്നുള്ളതിനെ കാണിക്കുവാനും അവിടെ എഴുതിയിട്ടുണ്ട്. So here we see how Satan also has borrowed these pillars and are using them for his diabolic, devilish purposes. ഈ പിശാചും എങ്ങനെയാണ് ഈ രണ്ട് സ്തംഭങ്ങളെ അവൻ അനുകരിച്ചിട്ട് അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Now between those two pillars a woman is seated. ആ രണ്ട് സ്തംഭങ്ങളുടെ മധ്യേ ഒരു സ്ത്രീ ഇരിക്കുന്നു. She represents an Egyptian goddess called Isis. താൻ ഐസിസ് എന്ന് പേരുള്ള ഒരു മിസ്രൈമ്യ ദേവതയാണ്. So keep that in mind. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊള്ളുക. She is seated between these two pillars. ഈ രണ്ട് സ്തംഭങ്ങളുടെ മധ്യേ ആ ദേവത ഇരിക്കുന്നു. Now there is a periodical function called the unveiling of Isis. When she is put between two pillars and there is a screen that stands between those two pillars, and at a point of time that screen is torn, so she is unveiled or revealed. എല്ലാ വർഷവും നടക്കുന്നതായ ഈ ഐസിസ് എന്നുള്ള ദേവതയുടെ അനാവരണ ചടങ്ങുണ്ട്. അതായത് ഈ രണ്ട് സ്തംഭങ്ങളുടെ മധ്യേ താൻ ഇരിക്കുന്നു, ഒരു തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുന്നു. ആ തിരശ്ശീല അതിനെ രണ്ടായി പിളർന്ന് തുറന്ന് തന്നെ അനാവരണം ചെയ്യുന്നു. So she who was hidden behind the screen is now, by the tearing of the veil, she's unveiled or revealed or made manifest. ആ തിരശ്ശീലയുടെ പിറകിൽ മറഞ്ഞിരുന്നതായി താൻ ആ തിരശ്ശീല രണ്ടായിട്ട് ചീന്തി അവളെ വെളിപ്പെടുത്തുന്നു. Actually there was another picture which could show that, but the picture is not decent. That's why I didn't put it up in the chart. വാസ്തവത്തിൽ അത് കാണിക്കുന്ന മറ്റൊരു പടമുണ്ട്. എന്നാൽ ആ പടം അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഞാനത് ചാർട്ടിൽ ഉൾപ്പെടുത്താത്തത്. So
this function is called the unveiling of ISIS. ഈ ചടങ്ങിന്റെ പേര് ഐസിസിന്റെ അനാവരണ ചടങ്ങ് എന്നാണ്. Now I told you that yesterday how there are 7 heads on the beast which represents the antichrist which will rise up in the last days. അവസാന നാളുകളിൽ എഴുന്നേറ്റ് വരുന്നതായ എതിർക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന മൃഗത്തിന് 7 തലകളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ. You may think that ISIS is an ancient Egyptian goddess. What does it have to do with today? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഐസിസ് എന്നുള്ളത് ഒരു പഴയ മിസ്രൈമ്യ ദേവതയാണല്ലോ, അവൾക്ക് ഇന്ന് എന്താണ് കാര്യം? I told you that one of those heads in that beast is Egypt. ഞാൻ പറഞ്ഞ ആ 7 തലകളിൽ അതൊന്ന് മിസ്രൈമിനെയാണ് കാണിക്കുന്നത്. And this goddess is an Egyptian goddess. ഈ ദേവത ഒരു മിസ്രൈമ്യ ദേവതയാണ്. And in these last days the ancient religions are being renewed once again. ഈ അവസാന നാളുകളിൽ പഴയ മതങ്ങളൊക്കെയും വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. For example, ഉദാഹരണമായി, if you go to New York, you would all have heard of the Statue of Liberty. നിങ്ങൾ ഒരുപക്ഷെ ന്യൂയോർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ളതായ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. That's the Statue of Liberty. അതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ. And this is a blow up of that. It's an enlarged version of that. ഇത് അതിനെ വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ്. So what is the Statue of Liberty? എന്താണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി? We all know only Statue of Liberty. We don't know what that is. എന്താണ് അതെന്ന് നാം എല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് അതെന്ന് നമുക്കറിയില്ല. She is a goddess. താന് ഒരു ദേവതയാണ്. She is ISIS. താനാണ് ഐസിസ്. Why should America put up a picture or a statue of ISIS? എന്തുകൊണ്ടാണ് അമേരിക്ക ഐസിസ് എന്നുള്ള ഒരു ദേവതയുടെ ചിത്രം വെച്ചിരിക്കുന്നത്? Why did they like to hide her and then call her Statue of Liberty? എന്തുകൊണ്ടാണ് അത്? Why did they have to hide her actual എന്തുകൊണ്ടാണ് അത് ആ സത്യം മറച്ചു വെച്ചിട്ട് അവളെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ എന്ന് വിളിക്കുന്നത്? So what is going on? What was called paganism or ancient Egyptian religion is now become neo-paganism and is being revealed in various ways. അതായത് പഴയ കാലത്തുണ്ടായിരുന്ന മിശ്രീമ മതങ്ങളായ പഗനിസം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ന് അത് പുതിയ പഗനിസം എന്ന പേരിൽ പുതിയ വിധത്തിൽ അത് അവതരിച്ചു കൊണ്ടിരിക്കുകയാണ്. I told you yesterday how some world leaders are worshipping owls and other creatures. ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ, ചില ലോക നേതാക്കന്മാർ എപ്രകാരമാണ് മൂങ്ങകളെയും മറ്റു ചില ജീവികളെയും ഒക്കെ ആരാധിക്കുന്നത് എന്നുള്ളത്. In America, some streets and gardens and buildings and roads have been shaped and positioned in such a way when you look from above you can see the picture of an owl in Washington DC. അമേരിക്കയിൽ പ്രത്യേകിച്ച് വാഷിംഗ്ടൺ ഡിസിയിലുള്ള ചില കെട്ടിടങ്ങളും അവിടെയുള്ള പൂന്തോട്ടങ്ങളും വഴികളും എല്ലാം കൂടെ ചേർന്ന് അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മൂങ്ങയുടെ ഷേപ്പിൽ കാണപ്പെടുന്നത് പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. Certain popular buildings and roads have been positioned in such a way that their shapes and the shapes of these buildings and the shapes of these cities can attract demons. Some buildings and cities and roads have been shaped and designed and structured in such a way that it can attract demons. ചില പട്ടണങ്ങളും ആ പട്ടണത്തിലുള്ള വഴികളും കെട്ടിടങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള രൂപത്തിൽ രൂപകൽപ്പന ചെയ്തത് പിശാചിനെ പൈശാചിക ശക്തികളെ ആകർഷിക്കാവുന്ന വിധത്തിലാണ്. Now when you look at this picture, നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ this photo has been taken in such a position that you see the Statue of Liberty or ISIS between the twin towers. ഈ ഫോട്ടോ എടുത്തിരിക്കുന്നതിന്റെ പ്രത്യേകത ഈ ഐസിസ് അല്ലെങ്കിൽ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുന്നത് ഇരട്ട ഗോപുരങ്ങളുടെ ട്വിൻ ടവേഴ്സിന്റെ മധ്യയാണ്. Does it not look something like this now? അത് ഏകദേശം ഇതുപോലെ ഇപ്പോൾ തോന്നുന്നില്ലയോ? A woman between two pillars, Jachin and Boaz. ഒരു സ്ത്രീ 2 സ്തംഭങ്ങളുടെ മധ്യേ, യാക്കീമിന്റെയും ബോവസിന്റെയും മധ്യേ. Is it just a coincidence or has somebody designed this? അത് യാദൃച്ഛികം മാത്രമാണോ, ആരെങ്കിലും അത് തീരുമാനിച്ചതാണോ? And when 2 planes crashed into those twin towers, was it by accident or was this ceremony called the unveiling of ISIS taking place? ഈ 2 വിമാനങ്ങൾ ആ ട്വിൻ ടവേഴ്സിൽ ഇടിച്ച് തകർന്ന് ആ കെട്ടിടം തകർക്കപ്പെട്ടപ്പോൾ അതൊരു അപകടം മാത്രമായിരുന്നുവോ അതോ ഈ ഐസിസ് എന്നുള്ള ദേവതയുടെ അനാവരണ ചടങ്ങായിരുന്നുവോ? What we read in the newspapers is that some terrorists came and demolished those buildings. നാം പത്രങ്ങളിലൊക്കെ വായിച്ചത് ചില തീവ്രവാദികൾ വന്ന് അതിനെ തകർത്തു കളഞ്ഞു എന്നാണ്.
You know, but next to that, those twin towers, there was another 47-story building which fell down with these twin towers the same time. ഈ ട്വിൻ ടവേഴ്സിനോട് ചേർന്ന് 47 നിലകളുള്ള മറ്റൊരു കെട്ടിടമുണ്ടായിരുന്നു. ഈ കെട്ടിടം തകർന്നതോടുകൂടി ആ കെട്ടിടവും തകരുവാനിടയായി. That's the building in the end. ഈ അവസാനം കാണുന്ന ചിത്രം അതാണ്. You see this building, it's slowly crashing down. ഈ ചിത്രത്തിൽ ആ കെട്ടിടം പതുക്കെ തകർന്നു വീഴുന്നത് കാണാം. So that is 47-story building coming crashing down when the twin towers came crashing down, but it never came in the papers. ഈ ട്വിൻ ടവേഴ്സ് തകർന്നപ്പോൾ അതിനോട് ചേർന്നുള്ള 47 നിലകളുള്ള ഒരു കെട്ടിടം കൂടി തകർന്നു. പക്ഷെ ഒരിക്കലും അത് പത്രമാധ്യമങ്ങളിൽ വന്നില്ല. Why didn't they put that? Maybe it was too small, is it, compared to the twin towers? ആ രണ്ട് ട്വിൻ ടവേഴ്സിനോട് താരതമ്യം ചെയ്യുമ്പോൾ അത് ചെറുതായതുകൊണ്ടാണോ അവരതിനെ ഒഴിവാക്കിയത്? Or were they trying to hide something? അതോ അവർ എന്തോ ചിലത് മറയ്ക്കുവാൻ ശ്രമിക്കുകയായിരുന്നുവോ? That building was called the Solomon building. ആ കെട്ടിടത്തിന്റെ പേര് സൊലോമോന്റെ കെട്ടിടം എന്നായിരുന്നു. Is it a coincidence? Just like in Solomon's temple there were 2 towers, now here you have Solomon's building and 2 towers. സലോമോന്റെ ആലയത്തിൽ 2 സ്തംഭങ്ങൾ ഉണ്ടായിരുന്നത് പോലെ ഇവിടെ സലോമോന്റെ കെട്ടിടവും അതിനോട് ചേർന്ന് ട്വിൻ ടവേഴ്സും ഉണ്ടായിരുന്നത് യാദൃച്ഛികമാണോ? There are some people, you know, I can talk about this for 1 or 2 hours, but there are things that I can't say in public. എനിക്ക് ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ 2 മണിക്കൂർ സംസാരിക്കാം, പക്ഷേ എല്ലാം പൊതുവിൽ സംസാരിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. But there are people today, very, very rich, wealthy, influential people, powerful people in the world, who are orchestrating all this. That means they are the ones who are sitting behind the scenes. You don't know their names, but they are the ones planning everything. ഇതെല്ലാം തീരുമാനിക്കുന്നതായ, ഇപ്രകാരം നടപ്പിലാക്കുന്നതായ വളരെ സ്വാധീനമുള്ള അധികാരമുള്ള പണമുള്ള ചില മനുഷ്യരൊക്കെയുണ്ട്. നാം അറിയുന്നില്ലെങ്കിലും അവരാണ് തിരശ്ശീലയ്ക്ക് പുറകിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും. When the twin towers came crashing down, ഈ ട്വിൻ ടവേഴ്സ് തകർന്നു വീണപ്പോൾ more than 300 firemen, people who came in fire engines to put out the fire, died. അവിടെ തീ കെടുത്തുവാനായിട്ട് വന്ന അഗ്നിശമന സേനാംഗങ്ങളിൽ 500 പേരോളം മരിച്ചുപോയി. Hundreds and hundreds of innocent people died. 100 കണക്കിന് നിഷ്കളങ്കരായ മനുഷ്യർ മരിച്ചുപോയി. What was happening? എന്താണ് സംഭവിച്ചത്? As ISIS was being unveiled, ഐസിസ് തന്നെ അനാവരണം ചെയ്തപ്പോൾ, means the Statue of Liberty was still then hiding behind these twin towers, but when the twin towers came crashing down, ISIS is now revealed. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഈ 2 ഇരട്ട ഗോപുരങ്ങളുടെ പുറകിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ഇരട്ട ഗോപുരങ്ങൾ തകർന്ന് താഴേക്ക് വീണപ്പോൾ തന്നെ അനാവരണം ചെയ്താൽ താൻ വെളിപ്പെട്ടു വന്നു. Which means it was not some ritual inside some room where a curtain was being torn. This was something very real, where some people were really believing in the powers behind these gods and goddesses. അതായത് ഈ ഐസിസിന്റെ അനാവരണം എന്ന് പറയുന്നത് ഏതോ ഒരു മുറിയിൽ അടച്ചിരുന്നിട്ട് ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു തിരശ്ശീല മുറിച്ച് ചെയ്യുന്ന ഒരു ചെറിയ ചടങ്ങല്ല. വളരെ ചിലർ ഇതൊരു വലിയ ശക്തിയാണെന്ന് വിശ്വസിച്ച് അത് അനുഭവിച്ച് അത് വെളിപ്പെടുത്തി പ്രവർത്തിച്ച് കാണിച്ച ഒരു സംഭവമാണ്. And those hundreds and hundreds and hundreds of innocent people who died that day were human sacrifices to these gods and goddesses. അന്ന് മരിച്ചതായ 100 കണക്കിന് നിഷ്കളങ്കരായ മനുഷ്യർ അത് ഈ ദേവന്മാർക്കും ദേവിമാർക്കും നൽകിയതായ മനുഷ്യ യാഗങ്ങളാണ്. I told you yesterday how atheism is slowly moving out and a new spirituality is coming in. People are not saying there is no God anymore. They are believing in God very vehemently, but the wrong one. ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ എങ്ങനെയാണ് നിരീശ്വരവാദം വളരെ പതുക്കെയായി മാറി മറ്റൊരു പുതിയ മതഭേദം കടന്നുവെന്ന്. ഒരു മനുഷ്യർ ഇപ്പോൾ വിശ്വസിക്കുന്നത് ദൈവമില്ല എന്നല്ല, ഒരു വളരെ ശക്തിയുള്ള ദൈവത്തിൽ അവർ ശക്തിയോടെ വിശ്വസിക്കുന്നു, പക്ഷെ തെറ്റായ ഒരു വിധത്തിലാണെന്ന് മാത്രം. So here are powerful, very powerful people offering as sacrifice the blood of innocent human beings and doing in real life, bringing buildings down as though it is a ceremony to goddesses and gods. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ ശക്തരായ അധികാരമുള്ള മനുഷ്യർ അവർ വലിയ കെട്ടിടങ്ങളെ ഇടിച്ച് അതൊരു ചടങ്ങ് പോലെ അവരുടെ ദൈവത്തിന് ദേവതകൾക്ക് മനുഷ്യ രക്തം അവർ യാഗമായിട്ട് അർപ്പിക്കുകയാണ്. Now we all have heard the name Lucifer. നാം എല്ലാവരും ലൂസിഫർ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടായിരിക്കും. One meaning of the name Lucifer means light bearer. ലൂസിഫർ എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രകാശം വഹിക്കുന്നവൻ എന്നാണ്. Now if you look at this picture before,
നിങ്ങൾ ഈ പുറകിലുള്ള ചിത്രം നോക്കിയാൽ here is a light bearer. Someone is bearing the light. ഇവിടെ ഒരാൾ വെളിച്ചം വഹിക്കുന്നത്, പ്രകാശം വഹിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. So in the unveiling of ISIS, when those twin towers came crashing down and this Statue of Liberty is brought to the fore, that means brought to view, it's the light bearer that is coming into focus. ഈ ഇരട്ട ഗോപുരങ്ങൾ, ട്വിൻ ടവേഴ്സ് തകർന്നു വീണ് ഈ ഐസിന്റെ അനാവരണ ചടങ്ങ് നടത്തി ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ ഐസിസ് എന്നുള്ള ദേവതയെ തന്നെത്താൻ വെളിപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വാസ്തവമായി സംഭവിച്ചത് ഈ പ്രകാശം വഹിക്കുന്നവൻ അവനെ വെളിപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്തത്. The secret symbolism of these rituals is that we want Lucifer to come and rule this world. He is being brought into focus. It's the unveiling of the light bearer of Lucifer. അതായത് ഇപ്രകാരമുള്ള ചടങ്ങുകളുടെയൊക്കെ രഹസ്യമായ അർത്ഥം എന്നുള്ളത് അത് ഈ പ്രകാശം വഹിക്കുന്നവനായ അല്ലെങ്കിൽ ലൂസിഫറിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവൻ അധികാരത്തിൽ വരണം എന്നുള്ള ആഗ്രഹം അവർ വെളിപ്പെടുത്തുകയാണ്. It's called Statue of Liberty. അതിന്റെ പേര് സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ എന്നാണ്. So when you hear everybody likes that word liberty. എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് വളരെ ഇഷ്ടമാണല്ലോ. Because every country wants to be free. എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. But people, when they look at that Statue of Liberty, they like that statue because it's liberty, we are free people. മനുഷ്യർ ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമയെ നോക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നും. കാരണം എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സ്വതന്ത്രരാണല്ലോ എന്നോർത്ത്. It looks like the government is offering freedom to the country. അതായത് ആ രാജ്യത്തിന് സർക്കാർ, ഗവൺമെന്റ് സ്വാതന്ത്ര്യം നൽകുന്നു എന്നർത്ഥം. But that's not the truth. എന്നാൽ അതല്ല സത്യം. The truth is that Lucifer, the light bearer, is being set free. സത്യം എന്നുള്ളത് ലൂസിഫർ അല്ലെങ്കിൽ പ്രകാശം വഹിക്കുന്നവനെ അവനെ സ്വതന്ത്രനാക്കി എന്നാണ്. So these high people, influential rich people who are worshipping these gods and deities, they are releasing Lucifer into this world. അതായത് വളരെ ശക്തിയുള്ള അധികാരമുള്ള മനുഷ്യർ, ഇങ്ങനെയുള്ള ശക്തിയെ ഈ ദൈവങ്ങളെ ആരാധിക്കുന്നവർ അവർ അവരുടെ ദൈവമായ ലൂസിഫറിനെ ലോകത്തിലേക്ക് സ്വതന്ത്രനായിട്ട് വിടുകയാണ്. And they have offered hundreds of human beings as human sacrifices so that they can welcome him inside. അതിനുവേണ്ടി അവനെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതിനായി നൂറുകണക്കിന് മനുഷ്യരുടെ രക്തമർപ്പിച്ച് മനുഷ്യയാഗങ്ങൾ അവർ കഴിച്ചു കഴിഞ്ഞു. So in the name of liberty, in the guise or acting as though people are going to be set free, at last people are going to be brought into total slavery under Satan. വാസ്തവത്തിൽ സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ള വിധത്തിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ വെളിപ്പെട്ട് വരുന്നു എന്നുള്ള വിധത്തിൽ സ്വാതന്ത്ര്യം കാണിക്കുന്നു എങ്കിൽ തന്നെയും വാസ്തവത്തിൽ മനുഷ്യർ യഥാർത്ഥമായി ഒരു വലിയ അടിമത്തത്തിന്റെ കീഴിലേക്ക് വരികയാണ് ചെയ്യുന്നത്. A few months ago, one of our worker sisters had a dream. ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ശുശ്രൂഷക സഹോദരി ഒരു സ്വപ്നം കണ്ടു. 5 or 6 hefty men went inside a pit in the earth. നല്ല ആരോഗ്യമുള്ള 5-6 മനുഷ്യർ ഭൂമിയിലുള്ള ഒരു കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി. They went many kilometers inside. അവർ അനേക കിലോമീറ്റർ താഴേക്ക് പോയി. After that there was a portion where they could stand. അവർക്ക് അതിനുശേഷം നിൽക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം വന്നു. And then there was another pit inside. അതിനുശേഷം അതിന്റെ ഉള്ളിൽ മറ്റൊരു കുഴി ഉണ്ടായിരുന്നു. And there was a big iron net inside. അതിന്റെ ഉള്ളിൽ ഒരു വലിയ ഇരുമ്പ് കൊണ്ടുള്ള വലയുണ്ടായിരുന്നു. These hefty men were pulling out that net. ഈ ആരോഗ്യമുള്ള മനുഷ്യര് അവർ ആ വല വലിച്ചെടുക്കുകയായിരുന്നു. As they were pulling up that net, there was a terrible roaring ferocious sound coming from inside. ആ വല അവർ വലിച്ചുയർത്തും തോറും ഒരു വളരെ ഗർജിക്കുന്ന ഭയാനകമായ ഒരു ശബ്ദം ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. As they pulled that net up, അവർ ആ വല വലിച്ചു കയറ്റിയപ്പോൾ she saw Satan inside that net squirming and wriggling and striving to get released. ആ വലയ്ക്കുള്ളിൽ സാത്താന് അവൻ പുറത്തു വരുവാൻ വേണ്ടി മുരളുകയും ശബ്ദമുണ്ടാക്കുകയും അലറുകയും ഒക്കെ ചെയ്യുന്നത് അവൾ കണ്ടു. He wants to get released. തനിക്ക് സ്വാതന്ത്ര്യം വേണം. And that's what's going to happen. He wants to get released and there are a group of people working to release him. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് സ്വാതന്ത്ര്യം വേണം. അവനെ സ്വതന്ത്രരാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. When he comes into this world, the Bible says he will get inside a man. That man will be called the Antichrist. അവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവനൊരു മനുഷ്യനിലേക്ക് കടക്കും. വേദപുസ്തകം ആ മനുഷ്യനെ വിളിക്കുന്നത് എതിർ ക്രിസ്തു എന്നാണ്. When you turn to Revelation chapter 6, നിങ്ങൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ look at how he appears. താൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുക. Verse 2. 2-ാം വാക്യം. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും
ജയിപ്പാനായും പുറപ്പെട്ടു. And I saw and behold a white horse, and he that sat on him had a bow, and a crown was given unto him, and he went forth conquering and to conquer. So when he comes into power and he becomes more and more powerful, initially he will appear as a peacemaker. താൻ ലോകത്തിലേക്ക് വരുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ അധികാരം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യകാലത്ത് അവനൊരു സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായിട്ട് കാണപ്പെടും. When a third world war is about to break out and countries are going to throw bombs on each other, he will come to the front and he will appear on television. He will go to the world leaders. He will hold a conference. He will bring about a solution where the war ceases. മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ തുടങ്ങുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ബോംബിട്ട് തകർക്കുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇവൻ വെളിപ്പെട്ടു വരും. ഇവൻ ടെലിവിഷനുകളിൽ പ്രത്യക്ഷപ്പെടും. ലോക നേതാക്കന്മാരെ സന്ധിക്കും. വലിയ യോഗങ്ങളൊക്കെ നടത്തി, ലോക നേതാക്കന്മാരുടെ യോഗങ്ങളൊക്കെ നടത്തി സമാധാനം ഉണ്ടാക്കുവാൻ അവൻ ഒരു പരിഹാര മാർഗവുമായിട്ട് വെളിപ്പെട്ടു വരും. And the whole world will say, when we were going to die with bombs falling on our heads, this man came and brought the solution. So the whole world at that time will accept him as their world leader. അപ്പോൾ മുഴു ലോകവും പറയും, ബോംബുകൾ ഞങ്ങളുടെ തലയിൽ വീണ് ഞങ്ങളെല്ലാം മരിക്കേണ്ടിയിരുന്ന സമയത്ത് ഈ മനുഷ്യനാണ് ഒരു പരിഹാരവുമായിട്ട് വന്നത്, അതുകൊണ്ട് ഇവൻ ലോക നേതാവാകണം. So he says, you are all free people and I want to give you your freedom, so you must come under my banner or under my umbrella or under my wings. അപ്പോൾ താൻ പറയും, ഞാൻ നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്, ഞാൻ നിങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം തരുവാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ കൊടിക്കീഴിൽ എന്റെ കീഴിൽ അണിനിരക്കണം. There are so many terrorists who are throwing bombs everywhere and killing people. ഇന്ന് മനുഷ്യരെ കൊല്ലുന്ന ബോംബുകൾ വെച്ച് മനുഷ്യരെ കൊല്ലുന്ന തീവ്രവാദികൾ അനേകരുണ്ട്. So many people are being kidnapped to different places. പല മനുഷ്യരെയും പല സ്ഥലങ്ങളിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു. Your money is being stolen. നിങ്ങളുടെ പണം മോഷ്ടിക്കപ്പെടുന്നു. Why do you have to go through all these problems? എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം? You take this chip and embed it in you. ഈ ചിപ്പ് നിങ്ങൾ സ്വീകരിച്ച് അത് നിങ്ങളുടെ ശരീരത്തിൽ അതിനെ സ്വീകരിക്കുക. Your money will not be stolen anymore. നിങ്ങളുടെ പണം ഇനി മോഷ്ടിക്കപ്പെടുകയില്ല. No terrorists can move about anymore because they will be monitored. Their movements will be tracked. ഇനി ഒരിക്കലും തീവ്രവാദികൾക്ക് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുവാൻ കഴിയുകയില്ല, കാരണം അവരുടെ ചലനങ്ങൾ പോലും തിരിച്ചറിയപ്പെടും. So take this chip. അതുകൊണ്ട് ഈ ചിപ്പ് സ്വീകരിക്കുക. When this advertisement is made, everyone will take it happily. ഇപ്രകാരം ഒരു പരസ്യം വരുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അത് സ്വീകരിക്കും. Last year in the newspapers there was an article. കഴിഞ്ഞ വർഷം പത്രങ്ങളിൽ ഇപ്രകാരം ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. They have brought out medical chips. That chip itself is a pharmacy. ഒരു മെഡിക്കൽ ചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ ചിപ്പ് തന്നെ ഒരു മരുന്ന് കടയാണ്. All the basic medicines that a man needs for his body will be in that chip. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ എല്ലാ മരുന്നുകളും ആ ഒരു ചിപ്പിൽ തന്നെ ഉണ്ട്. And those chips can be operated or be used by remote control. ആ ചിപ്പുകളെ റിമോട്ട് കൺട്രോൾ വെച്ച് നിയന്ത്രിക്കുവാൻ കഴിയും. So you don't have to go to the hospital or to the doctor regularly, periodically for injections now and then. നിങ്ങൾക്ക് ഇഞ്ചക്ഷനുകളും മരുന്നുകളും ആവശ്യമുള്ളപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലുകളിൽ പിന്നീട് പോകേണ്ട ആവശ്യമില്ല. By remote control, without having to pierce your skin or without jabs or piercings, by remote control from the chip into your bloodstream, these medicines will be periodically inserted. ആശുപത്രിയിലേക്ക് പോകാതെ, സൂചി കൊണ്ട് കുത്തിവെപ്പുകൾ എടുക്കാതെ, അല്ലെങ്കിൽ ആ കുത്തിവെപ്പിന്റെ വേദനകളൊന്നും അനുഭവിക്കാതെ തന്നെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ ചിപ്പിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ മരുന്നുകളും ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയും. So when they bring all these conveniences to the fore, ഈ മനുഷ്യർക്ക് ഇപ്രകാരമുള്ള എല്ലാ സൗകര്യങ്ങളും അവർ കൊണ്ടുവന്ന് തരുമ്പോൾ, you don't have to stand in queues anymore. നിങ്ങൾക്ക് അതിനുശേഷം ക്യൂവിൽ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. You can sit at home and you can operate everything through the internet. നിങ്ങൾക്ക് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഇന്റർനെറ്റ് വഴി സകലവും നിയന്ത്രിക്കുവാൻ കഴിയും. That's what he will call as freedom, and everyone will take this mark. അതാണ് താൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എല്ലാവരും ഈ ഒരു അടയാളം സ്വീകരിക്കും, മുദ്ര സ്വീകരിക്കും. Even now in America, these are being spread out. Obama health care chips are being given to people. ഇപ്പോഴും അമേരിക്കയിൽ ഒബാമ ഹെൽത്ത് കെയർ എന്നുള്ള പേരിൽ ഇങ്ങനെയുള്ള ചിപ്പുകൾ മനുഷ്യർക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. One of our worker sisters there said it's becoming more and more difficult for Christians to live in America. അവിടെയുള്ള നമ്മുടെ ശുശ്രൂഷക സഹോദരിമാരിൽ ഒരാൾ പറയുകയുണ്ടായി, അവിടെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കുന്നത് അധികം ദുഷ്കരമായി തീർന്നുകൊണ്ടിരിക്കുന്നു. Because for the outside world it's more and more freedom. That's what they think it is, but we know what's going on. എന്നാൽ പുറത്തുള്ള ബാഹ്യ ലോകത്തിന്
അത് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമുക്കറിയാം വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. But today, as children of God, when the world is offering great freedom, understanding what's going on, we must bind ourselves to God. ഇന്ന് ലോകം ഇപ്രകാരമുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവമക്കളാകുന്ന നാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കണം. So many young people, they Christians, because of their love for the world, they don't like this Pentecostal church because it's full of rules and regulations. Don't watch TV, don't take medicine, don't dress like this, don't go and talk with those people, full of rules. So what kind of church is this? പല യൗവനക്കാർക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ യൗവനക്കാർക്ക് പെന്തക്കോസ്റ്റ് കൂട്ടായ്മകൾ ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ ഭയങ്കര നിയന്ത്രണങ്ങളാണ്. അവിടെ പോകരുത്, ടെലിവിഷൻ കാണരുത്, മരുന്നെടുക്കരുത്, അവരോട് സംസാരിക്കരുത്, അങ്ങനെ വസ്ത്രം ധരിക്കരുത്, ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളായതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല. This church doesn't allow us to do what we like. ഈ സഭ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ നമ്മെ അനുവദിക്കത്തില്ല. Why? What's wrong with this? What's wrong with that? What's wrong with this? That's the questions they are asking. എന്താണ് ഇതുകൊണ്ട് എന്താണ് തെറ്റ്, ഇതിലെന്താണ് തെറ്റ്, അതിനെന്താണ് തെറ്റ് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. It looks like we have to be slaves to this church while the world is enjoying freedom. ലോകം സ്വാതന്ത്ര്യം ആസ്വദിക്കുമ്പോൾ ഞങ്ങൾ ഈ സഭയ്ക്ക് അടിമകളായിരിക്കുന്നത് പോലെയാണ്. There was a man, a very wicked man. He's called the most wicked man who ever lived. വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. താൻ വിളിക്കപ്പെട്ടിരുന്നത് തന്നെ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും വലിയ ദുഷ്ടൻ എന്നാണ്. He's called Alistair Crowley. തന്റെ പേര് അലിസ്റ്റർ ക്രോളി എന്നാണ്. He is dead now. താൻ മരിച്ചുപോയി. But in the early 19th early part of the 20th century, 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ, I think it was 1904 if I am right, എനിക്ക് തോന്നുന്നത് 1904 തോന്നുന്നു, he had a contact with the demon. തനിക്ക് പിശാചുമായിട്ട് ഒരു ബന്ധമുണ്ടായി. And he wrote a book. താൻ ഒരു പുസ്തകം എഴുതി. That book is called, and he started a religion. താൻ ഒരു മതവും ആരംഭിച്ചു. That religion is called Telema. ആ മതത്തിന്റെ പേര് തെലിമ എന്നാണ്. And that book that he wrote is called the Book of the Law. The Book of the Law. ന്യായപ്രമാണ. താൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് ന്യായപ്രമാണത്തിന്റെ പുസ്തകം എന്നാണ്. So in the central theme of that book, you know what it is? ആ പുസ്തകത്തിന്റെ പ്രധാന തീം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? It's one verse in that book. ആ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. Do as thou wilt shall be the whole of the law. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക എന്നുള്ളതാകുന്നു ന്യായപ്രമാണത്തിന്റെ സാരാംശം. Do as thou wilt shall be the whole of the law. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ സാരാംശം. Now this is the central theme of that book. ഇത് ആ പുസ്തകത്തിന്റെ മുഖ്യ വിഷയമാണ്. This man was a Satan worshipper. താൻ പിശാചിനെ, സാത്താനെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. These words, do as thou wilt, has been taken and put into so many songs in rock music these days. They are put on t-shirts, they are put as tattoos on people's skin, and it's become a very popular phrase. ഈ ഒരു വാക്ക് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക എന്നുള്ളത് ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത് ഇന്ന് അനേക റോക്ക് മ്യൂസിക്കിന്റെ പാട്ടുകളിലൊക്കെ ചേർത്തിരിക്കുന്നു, ടീഷർട്ടുകളിലൊക്കെ എഴുതിയിരിക്കുന്നു. പലരും അവരുടെ ശരീരത്തിൽ അതിനെ ആ വാക്ക് പച്ചകുത്തിയിരിക്കുന്നു. Because those are attractive words. It liberates the person. It allows you to do what you like. അത് വളരെ ആകർഷകമായ വാക്കുകളാണ്. കാരണം അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ അനുവദിക്കുന്നു. So Satan does not say do my will. He says do what you like. പിശാച്, സാത്താൻ ഒരിക്കലും പറയില്ല എന്റെ ഇഷ്ടം ചെയ്യുവാൻ. അവൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക എന്നാണ്. Because he knows if you do what you like, it's enough not to do God's will and you will be his. എന്തുകൊണ്ടെന്നാൽ അവന് നന്നായിട്ട് അറിയാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും ദൈവത്തിന്റെ ഇഷ്ടമല്ല എന്നും അവൻ അത് മാത്രം മതി. And at the end he can have you. അവസാനം അവന് നിങ്ങളെ ലഭിക്കുകയും ചെയ്യും. That's why he won't threaten you, do what I like. He says do what you like and make you happy all your life. So when you die, he will come and receive you. അതുകൊണ്ട് അവൻ ഒരിക്കലും നിങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തത്തില്ല. എന്റെ ഇഷ്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. അങ്ങനെയെങ്കിൽ അവസാനം നിങ്ങൾ മരിക്കുമ്പോൾ അവന് വന്ന് നിങ്ങളെ സ്വന്തമാക്കുവാൻ കഴിയും. That's why he inspired that Satan worshipper to write that book and put this line there. അതുകൊണ്ടാണ് ആ സാത്താനെ ആരാധിക്കുന്ന മനുഷ്യന് ഉള്ളിൽ പ്രചോദനം നൽകി ഇങ്ങനെയുള്ള വാക്കുകൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ചത്. And that's his trick to slavery. He gives you whatever you like and whatever you want.
He allows you to enjoy life the way you want to enjoy life, and at the end of your days you will belong to him. അത് അവന്റെ നിങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള തന്ത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തരും. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആസ്വദിക്കുവാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം നൽകി നിങ്ങളെ നടത്തും. എന്നിട്ട് നിങ്ങളുടെ നാളുകൾ കഴിയുമ്പോൾ അവൻ വന്ന് നിങ്ങളെ അവന്റെ അടുക്കൽ കൊണ്ടുപോകും. So you will enjoy what you call or what the world calls freedom or liberty, and at the end of your days when you die you will be his slave, boiling in hell forever and ever. നിങ്ങളുടെ ജീവിതത്തിൽ ലോകം സ്വാതന്ത്ര്യം എന്ന് പറയുന്നതെല്ലാം നിങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ നാളുകൾ അവസാനിക്കുമ്പോൾ അവൻ വന്ന് നിങ്ങളെ കൊണ്ടുപോയി നിത്യ നരകത്തിൽ നിങ്ങൾ വർഷങ്ങൾ തിളച്ചു മറിയുന്ന തീക്കകത്ത് കടന്നു കിടക്കേണ്ടി വരും. And you will be his slave forever. നിങ്ങൾ അവന്റെ എന്നേക്കും അവന്റെ അടിമകളായിരിക്കും. On the other hand, മറുവശത്ത് when God brings us to him, നമ്മെ ദൈവത്തിങ്കിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ, and he tells us don't do this, live like this, don't dress like this, you consecrate this, put away that, and so on. നിങ്ങൾ അത് ചെയ്യരുത്, ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ വസ്ത്രം ധരിക്കരുത്, ഇത് പ്രതിഷ്ഠിക്കുക എന്നൊക്കെ ദൈവം പറയുമ്പോൾ, the world will call that slavery. ലോകം അതിനെ അടിമത്തം എന്ന് വിളിക്കും. But that's true freedom. എന്നാൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. You turn to 1 Corinthians chapter 7. 1 കൊരിന്ത്യർ 7-ാം അധ്യായം and read verses 21 and 22. 21 22 വാക്യങ്ങൾ വായിക്കാം. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. Art thou called being a servant? Care not for it, but if thou mayest be made free, use it rather. For he that is called in the Lord being a servant is the Lord's free man. Likewise also he that is called being free is Christ's servant. So what is written here? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Are you called to be a servant or a slave to Christ? നിങ്ങൾ ക്രിസ്തുവിന് ഒരു ദാസനായി ഒരു അടിമയായി വിളിക്കപ്പെട്ടിരിക്കുന്നുവോ? Don't be worried about that. അതിനെക്കുറിച്ച് നിങ്ങൾ വ്യസനിക്കരുത്. But if you want to enjoy freedom, use this slavery. എന്നാൽ നിങ്ങൾക്ക് സ്വതന്ത്രരാകുവാൻ കഴിയുമെങ്കിൽ തന്നെയും ഇതിൽ ഈ അടിമത്തത്തിൽ ഇരുന്നു കൊള്ളുക. If you want to be free, use this slavery. നിങ്ങൾക്ക് സ്വതന്ത്രനാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു കൊള്ളുക. So what does this verse say? എന്താണ് ഈ വാക്യം പറയുന്നത്? Being a slave to Christ and obeying all that he says is the secret of true liberty or freedom. ക്രിസ്തു പറയുന്നതൊക്കെ അനുസരിച്ച് തന്റെ ഒരു അടിമയായി ദാസനായിട്ട് ഇരിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. So being bound by rules, being bound by regulations is not slavery. It is the secret of ultimate true freedom. നിയമങ്ങൾ കൊണ്ട് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് അടിമത്തമല്ല, അത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. One of our pastors gave a beautiful definition for freedom. നമ്മുടെ ഒരു പാസ്റ്റർ ഒരിക്കൽ ഈ സ്വാതന്ത്ര്യത്തിന് നല്ലൊരു വ്യാഖ്യാനം നൽകി. He said it's the power to do the right thing. അത് ശരിയായ കാര്യം ചെയ്യുവാനുള്ള അധികാരമാണ്. Normally our definition of freedom is the power to do anything. നമ്മുടെ വ്യാഖ്യാനം എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എന്നാണ്. I do what I like, that's freedom. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, അതാണ് സ്വാതന്ത്ര്യം. But true freedom is the power to do the right thing. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ശരിയായ കാര്യം ചെയ്യുവാനുള്ള അധികാരമാണ്. Once one person asked a smoker, ഒരിക്കൽ ഒരു പുകവലിക്കാരനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, can you leave your smoking if you think? നീ ആഗ്രഹിച്ചാൽ ഈ പുകവലി നിനക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുമോ? He said, oh yes. താൻ പറഞ്ഞു കഴിയും. In fact, I've left smoking many times. താൻ പറഞ്ഞു ഞാൻ പല പ്രാവശ്യം പുകവലി വിട്ടതാണ്. You see his answer, he's left smoking many times. താൻ പറയുകയാണ്, തന്റെ ഉത്തരം ശ്രദ്ധിക്കുക, ഞാൻ പല പ്രാവശ്യം പുകവലി ഉപേക്ഷിച്ചു. If you leave smoking, you should leave it once only, isn't it? നിങ്ങൾ പുകവലി ഉപേക്ഷിച്ചാൽ അത് യഥാർത്ഥമാണെങ്കിൽ ഒരു പ്രാവശ്യം മതിയല്ലേ? You leave it many times means it's caught you many times. That's why you're having to leave it many times. പല പ്രാവശ്യം നിങ്ങൾ അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പല പ്രാവശ്യം അത് നിങ്ങളെ പിടിച്ചു എന്നാണ്. അതിനർത്ഥം നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. That's not freedom. അതല്ല സ്വാതന്ത്ര്യം. So people think that I'm free to smoke. Actually, you're a slave to
the smoking, that's why you're smoking. മനുഷ്യർ ചിന്തിക്കുന്നത് എനിക്ക് പുകവലിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ അവർ പുകവലിക്ക് അടിമയായിരിക്കുന്നു. When Jesus makes you his slave, you are free from the slavery of smoking. You are free to do the right thing for God. ദൈവം യേശു നിങ്ങളെ സ്വതന്ത്രരാക്കുമ്പോൾ, when he makes you his slave, യേശു നിങ്ങളെ അവന്റെ അടിമയാക്കുമ്പോൾ നിങ്ങൾക്ക് ആ പുകവലി വിടുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ശരിയായ കാര്യം നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അധികാരം ലഭിക്കുന്നു. you are freed from the slavery of smoking. നിങ്ങൾ പുകവലിയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. One day a scientist was conducting an experiment. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. He was watching something through the microscope. താൻ മൈക്രോസ്കോപ്പിൽ കൂടെ എന്തോ ചിലത് നോക്കിക്കൊണ്ടിരുന്നു. He took a drop of gutter water and put it on a slide. താൻ ഓടയിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഒരു സ്ലൈഡിൽ അത് വെച്ചു. And he put it under the microscope. താൻ അത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചു. When he watched that gutter water, താൻ ആ വേസ്റ്റ് വെള്ളം താൻ അത് നോക്കിയപ്പോൾ inside there was a germ. അതിന്റെ ഉള്ളിൽ ഒരു കീടാണു ഉണ്ടായിരുന്നു. So tiny, so small, you can't see it with the naked eye. നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത വിധം അത്ര ചെറിയ ഒരു അണു. That microbe was moving in that gutter water. ആ വെള്ളത്തിൽ അണു ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നു. It went forwards and then came backwards. അത് മുമ്പോട്ട് പോയി പുറകോട്ട് വന്നു. And then it went to the left and then to the right. അത് ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി വന്നു. Then it performed a somersault. അതിനുശേഷം അത് തലകുത്തി മറിഞ്ഞു. So it was enjoying so much of freedom. അത് വളരെ സ്വാതന്ത്ര്യം അവിടെ അനുഭവിച്ചു കൊണ്ടിരുന്നു. So this man who was watching the germ moving, ആ കീടാണു ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ, he wrote in his book, താൻ തന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി, when I was watching that microbe moving so freely, ആ ചെറിയ കീടാണു അത് വളരെ സ്വാതന്ത്ര്യത്തോടെ അത് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, the cells, the rods and cones in my eyes, they got jealous of that microbe. എന്റെ കണ്ണിലെ കോശങ്ങൾ, റോഡ്സും കോൺസും എന്ന് പേരുള്ള ആ കോശങ്ങള് ഈ കീടാണുവിനെ കുറിച്ച് അസൂയുള്ളവരായി തീർന്നു. That is also a cell. I am also a cell. അതും ഒരു കോശമാണ്, ഇത് ഞാനും ഒരു കോശമാണല്ലോ. It's moving so freely, it can go any distance, any way, it like somersaulting left, right, up and down, but I am fixed right here. അതിന് ഇഷ്ടമുള്ളിടത്ത് പോകാം, മുമ്പോട്ടും പുറകോട്ടും പോകാം, തലകുത്തി മറിയാം, എന്ത് വേണമെന്ന് ചെയ്യാം. പക്ഷെ എന്നെ ഇവിടെ അത് സ്ഥിരമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നല്ലോ. That germ is so lucky. I am so bound. Those cells that are around me are always around me. I can't change position. I can't shift position. I have to be always there till I die. What is this slavery? ആ കീടാണുവിന് വളരെ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. എന്നാൽ എന്നെ ഇവിടെ സ്ഥിരപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്റെ ചുറ്റുമുള്ള എല്ലാ കോശങ്ങളെയും അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. എനിക്ക് അനങ്ങുവാൻ കഴിയില്ല, ഇവിടെ തന്നെ ഇരിക്കണം. ഇത് എന്തൊരു അടിമത്തമാണ്. But then the scientist gave an explanation. അതിനുശേഷം ആ ശാസ്ത്രജ്ഞൻ ഒരു വിശദീകരണം നൽകി. Although the cells in my eye are jealous of that freely moving germ, എന്റെ കണ്ണിലുള്ള കോശങ്ങൾ ആ സ്വാതന്ത്ര്യത്തോടെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കീടാണുവിനോട് അസൂയുള്ളവരാണെങ്കിൽ തന്നെയും, you go and ask the germ, just now you went forward, why? നിങ്ങൾ ആ പോയി കീടാണുവിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നീ മുമ്പോട്ട് പോയല്ലോ, എന്തിനാണ്? It will say, I don't know, I just went forward, that's all. താൻ പറയും, എനിക്കറിയില്ല, ഞാൻ വെറുതെ മുമ്പോട്ട് പോയി. You just did a reverse somersault, why? നീ പുറകോട്ട് ഇപ്പോൾ തലകുത്തി മറിഞ്ഞല്ലോ, എന്തിനാണ്? I don't know, I just did it, that's all. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തു. So although that germ enjoys a lot of freedom, it has no purpose in life. ആ കീടാണുവിന് വളരെ സ്വാതന്ത്ര്യം അതിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ജീവിതത്തിൽ യാതൊരു ഉദ്ദേശവുമില്ല. Although it will do somersaults and go forward all its life, it is so small that though it goes forward all its life, in all its movement, it will go 2 or 3 inches forward, that's all. അതിന് വളരെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിന്റെ ജീവിതകാലം മുഴുവൻ ഇഷ്ടമുള്ളതുപോലെ തലകുത്തി മറിഞ്ഞൊക്കെ നടക്കാമെങ്കിൽ തന്നെയും അതിന്റെ ജീവിതകാലം മുഴുവനും എടുത്ത് അത് സഞ്ചരിച്ചാൽ തന്നെ അത് 2-3 ഇഞ്ച് അത് സഞ്ചരിക്കുകയുള്ളൂ. All its life, the so-called freely enjoying microbe will spend its life in gutter water or in a rotten tin can or in an old tire somewhere. വളരെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയപ്പെടുന്നതായ ഈ കീടാണു അതിന്റെ ജീവിതകാലം ചിലവഴിക്കുന്നത് ഏതെങ്കിലും ഓടയിലെ വേസ്റ്റ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചീഞ്ഞഴുകിയ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടയറിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഒക്കെ ആയിരിക്കും. So with all its freedom, that's all it is in value. അതിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തോടും കൂടി അതിനത്ര വിലയേ ഉള്ളൂ.
Now, do you know that when you wash your hands before having your food, you're killing about 5 lakhs of germs in your hands? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ കഴുകുമ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം കീടാണുക്കളെ നിങ്ങൾ കൊന്നുകളയുകയാണെന്ന് നിങ്ങൾ അറിയുന്നുവോ? Does any policeman come and arrest you saying you kill 5 lakhs germs, I'm going to put you in jail? നിങ്ങൾ 5 ലക്ഷം കീടാണുക്കളെ കൊന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പോവാണെന്ന് ഏതെങ്കിലും പോലീസുകാർ പറയാറുണ്ടോ? Why not? എന്തുകൊണ്ടില്ല? Because with all that freedom, that microbe's value is that much. You kill it also, there is no punishment for that. അതിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തോടും കൂടെ ഒരു കീടാണുവിന് അത്രയും വിലയുള്ളൂ. നിങ്ങൾ അതിനെ കൊന്നാൽ പോലും ആരും ചോദിക്കാനില്ല. But you look at this cell in the eye. എന്നാൽ കണ്ണിലുള്ള ഈ ഒരു കോശത്തെ നോക്കുക. It's part of a larger organism bound by certain regulations. ചില നിയന്ത്രണങ്ങളോട് കൂടിയ ഒരു വലിയ ഒരു ജീവിയുടെ ഒരു ഭാഗമാണത്. It looks like a slave fixed there for lifetime, can't move like that freely moving germ. ആ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുന്ന കീടാണുവിനെ പോലെ സ്വാതന്ത്ര്യമില്ലാതെ അവിടെ തന്നെ അത് സ്ഥിരപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു അടിമത്തത്തിലാണെന്ന് തോന്നിയേക്കാം. But like Jesus said, you be my slave, you will enjoy true freedom. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ ദാസനായിരിക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. In the same way, this germ, though fixed, enjoys greater freedom than that microbe. ഈ കോശം അത് അവിടെ സ്ഥിരപ്പെടുത്തി വെച്ചിരിക്കുന്നെങ്കിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന കീടാണുവിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം അത് അനുഭവിക്കുന്നുണ്ട്. This germ in the gutter on the tin can, all its life will move 2 or 3 inches. ഈ ചീഞ്ഞഴുകിയ ഏതെങ്കിലുമുള്ള പാത്രത്തിലുള്ള ഈ ഒരു കീടാണുവിന് അതിന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ട് ഒരു 3 ഇഞ്ചാണ് സഞ്ചരിക്കുവാൻ കഴിയുന്നത്. But this cell in the eye, എന്നാൽ കണ്ണിലുള്ള ഈ ഒരു കോശം, when this scientist goes to America, this cell goes to America also. ഈ ശാസ്ത്രജ്ഞൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഈ കോശവും അമേരിക്കയിൽ പോകുന്നു. Isn't that greater freedom when this germ moves only 2 inches, this can go so many miles with the scientist. ഈ ഒരു കീടാണു 2-3 ഇഞ്ച് മാത്രം സഞ്ചരിക്കുമ്പോൾ ഇതിനെ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യാം എന്നുള്ളത് തന്നെ ഒരു വലിയ സ്വാതന്ത്ര്യമല്ലയോ? Not only that, അത് മാത്രമല്ല, in being bound in a group of cells in a structure, its value increases. ഒരു കൂട്ടം കോശങ്ങളോട് കൂടെ ഒരു രൂപത്തിൽ അത് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന്റെ വില കൂടുന്നു. As you're traveling by car, നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ you're killing so many germs on the way. നിങ്ങൾ വഴിയിൽ അനേക കീടാണുക്കളെ കൊന്നുകളയുന്നുണ്ട്. So many cells are dying when your tire steps on them. നിങ്ങളുടെ കാറിന്റെ ടയർ അതിന്റെ മുകളിൽ കൂടി പോകുമ്പോൾ അനേക കോശങ്ങൾ നശിക്കുന്നു. But when you see a 95-year-old lady standing in the middle of the road, എന്നാൽ 95 വയസ്സുള്ള ഒരു സ്ത്രീ റോഡിന്റെ നടുവിൽ നിൽക്കുന്നത് കാണുമ്പോൾ will you say, oh, there are so many cells on the road, I stamped on them, this is also a group of cells, so I'll ride over her? ആ റോഡിൽ അനേക കോശങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിനെല്ലാം ഞാൻ തകർത്തരച്ചു കളഞ്ഞു, ഇത് ഒരു കൂട്ടം കോശമാണെന്നല്ലേ ഉള്ളൂ, ഞാനും അവരുടെ മുകളിൽ കൂടി വണ്ടി ഓടിച്ചു വിട്ടേക്കാം എന്ന് പറയുമോ? Now the police will come. ഇപ്പോൾ പോലീസുകാർ വരും. What's the difference between that group of cells that constitute the old woman and a group of cells on the road? ഈ റോഡിൽ കിടക്കുന്ന ഒരു കൂട്ടം കോശങ്ങളും ഈ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Those cells that constitute the old woman are organized and has great value. That's why the policeman comes. ഈ സ്ത്രീയെ ഉരുവാക്കി വെച്ചിരിക്കുന്ന ആ കോശങ്ങൾ അതെല്ലാം അതിന് വിലയുണ്ട്, അതുകൊണ്ടാണ് പോലീസുകാർ വരുന്നത്. When you become a member of the body of Christ, your value increases, brother, sister. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ വില വർദ്ധിക്കുന്നു. But if you leave this body of Christ and you want to enjoy freedom and you roam about in this world, you may do some somersaults for some time, but when a tire comes and runs over you, you're of no value. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം വിട്ട് പുറത്തു വന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു കാലം തലകുത്തി മറിഞ്ഞൊക്കെ ജീവിക്കുവാൻ കഴിയും. എങ്കിൽ തന്നെയും ഒരു ടയർ വന്ന് നിങ്ങളുടെ പുറത്തോട് കയറി പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്ന അത്രത്തോളം വിലയേ ഉള്ളൂ. Are you going to be Christ's slave or do you want to enjoy freedom in this world? നിങ്ങൾ ക്രിസ്തുവിന്റെ അടിമകളായിരിക്കുവാൻ പോകുന്നുവോ അതോ ലോകത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പോകുന്നുവോ? The Antichrist wants to give freedom to everybody, peace to everybody. എതിർ ക്രിസ്തു എല്ലാവർക്കും സമാധാനവും സ്വാതന്ത്ര്യവും നൽകുവാൻ ആഗ്രഹിക്കുന്നു. But those who come under the umbrella of the Antichrist, ആരെല്ലാം ഈ എതിർ ക്രിസ്തുവിന്റെ കുടക്കീഴിൽ വരുന്നുവോ, you will be called hereafter only by a number under the regime of the Antichrist. അതിനുശേഷം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് നിങ്ങൾ ഒരു സംഖ്യ കൊണ്ടാണ് നിങ്ങൾ അറിയപ്പെടുവാൻ പോകുന്നത്. In every bank you go to, in every shop you go to, wherever you go to, your name has no value after this. Your number will be called.
നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ പോയാലോ കടയിൽ പോയാലോ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പേരിന് ഒരു വിലയും ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ സംഖ്യക്കാണ് വിലയുള്ളത്. Your name carries an identity. നിങ്ങളുടെ പേര് അതൊരു തിരിച്ചറിയൽ രേഖ അതിൽ തന്നെ ഉണ്ട്. From your name we can understand whether you're male or female. നിങ്ങളുടെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ പുരുഷനോ സ്ത്രീയോ എന്നറിയാം. We can understand whether you're an Indian or an American. അതൊരു ഇന്ത്യക്കാരനാണോ അമേരിക്കക്കാരനാണോ എന്നറിയാം. What religion you belong to. നിങ്ങൾ ഏത് മതക്കാരനാണെന്നറിയാം. What state you come from. നിങ്ങൾ ഏത് സംസ്ഥാനത്തിൽ നിന്ന് വരുന്നു. But if you're called by a number, that identity goes. എന്നാൽ നിങ്ങൾ ഒരു സംഖ്യ കൊണ്ട് അറിയപ്പെടുമ്പോൾ അങ്ങനെയുള്ള തിരിച്ചറിയൽ എല്ലാം പോകുകയാണ്. In other words, the Antichrist is called an idol shepherd. That means he will in the name of protecting you and assigning you a number and giving you freedom, he is making you lose your value. I don't care who you are. You are just 1 3 7 5 6 4. That's all. അതായത് എതിർ ക്രിസ്തു അവന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നതുപോലെ ഇപ്രകാരം എല്ലാം ചെയ്യുന്നുവെങ്കിൽ തന്നെയും വാസ്തവത്തിൽ സംഭവിക്കുന്ന നിങ്ങളുടെ വില ഇല്ലാതെയാക്കുകയാണ്. നിങ്ങൾ ആരാണേലും എനിക്കൊരു പ്രശ്നമല്ല, നിങ്ങളൊരു സംഖ്യ മാത്രമാണ്, 3 4 5 6 എന്നുള്ളൊരു സംഖ്യ മാത്രമാണ് നിങ്ങൾ. But what does our God say? എന്നാൽ എന്താണ് നമ്മുടെ ദൈവം പറയുന്നത്? I have called you by name, thou art mine. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. Hallelujah. Hallelujah. Our God doesn't call us by some number, he calls us by our name. ദൈവം നമ്മളെ ഏതെങ്കിലും ഒരു സംഖ്യ പ്രകാരമല്ല വിളിക്കുന്നത്, നമ്മുടെ പേര് ചൊല്ലിയാണ് അവൻ വിളിക്കുന്നത്. He is a God who cares for each one of us personally. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി കരുതുന്നവനായ ദൈവമാണ് അവൻ. He is a God who leaves 99 sheep and goes after one lost sheep. 99 ആടുകളെ വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ തേടി വരുന്നവനാണ് അവൻ. One day there was a man who stood at the gate at the entrance of the office of a social service organization. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനത്തിന്റെ മുമ്പാകെ, അതിന്റെ ഗേറ്റിന് മുമ്പാകെ ഒരു മനുഷ്യൻ ഒരു ദിവസം നിന്നു. And he said, I want to see the chief. താൻ പറഞ്ഞു, എനിക്ക് അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയെ, ചീഫിനെ കാണണം. They asked him, what's your problem? അവർ ചോദിച്ചു, തന്റെ പ്രശ്നം എന്താണ്? He said, I am in need and you are a social service organization. I want to mention my problem and I need help from you. നിങ്ങളൊരു സാമൂഹിക സേവന പ്രസ്ഥാനമാണല്ലോ, ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അതിന് പരിഹാരം വേണം. So they told the chief. അവരതിന്റെ പ്രധാനപ്പെട്ട ആളോട്, ചീഫിനോട് പറഞ്ഞു. The chief sent back saying, sorry, we are a big organization and we are dealing with huge masses and crowds and huge populations. We do not have time for the individual. താൻ പറഞ്ഞു, ഞങ്ങൾ ഒരു വലിയ പ്രസ്ഥാനമാണ്, ഞങ്ങൾ വലിയ വലിയ ജനക്കൂട്ടങ്ങളുമായി വലിയ പ്രശ്നങ്ങളുമായിട്ട് ഇടപെടുന്നവരാണ്, ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാൻ ഞങ്ങൾക്കില്ല. But Jesus is not like that. എന്നാൽ യേശു അങ്ങനെയല്ല. Though we are thousands of us, he has time for every individual person. നാം ആയിരക്കണക്കിന് പേരുണ്ടെങ്കിൽ പോലും ഓരോരുത്തർക്കും വേണ്ടി യേശുവിന് വ്യക്തിപരമായ സമയമുണ്ട്. Supposing I say, let us close our eyes and pray. ഞാൻ പറയുകയാണ്, നാം എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ, then we will be making 1000 prayers at one time. ഒരേ സമയം നമ്മൾ ആയിരക്കണക്കിന് പ്രാർത്ഥനകളായിരിക്കും നടത്തുന്നത്. You ask Jesus, Lord, can you tell me once again what I prayed? You may forget, he will tell you the exact words. നിങ്ങൾ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് നീ എന്നോട് പറയാമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയിരിക്കും, പക്ഷേ നിങ്ങൾ പറഞ്ഞ അതേ വാക്കുകൾ യേശു നിങ്ങളോട് സംസാരിക്കും. So do you like to come under the umbrella of that Jesus Christ and enjoy true freedom, or do you like to come under the wings of the Antichrist and become a slave, lose your value and rot in hell forever? നിങ്ങൾ ആ യേശുക്രിസ്തുവിന്റെ കുടക്കീഴിൽ വന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ കുടക്കീഴിൽ വന്ന് നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്തവരായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? The decision is yours. തീരുമാനം നിങ്ങളുടേതാണ്. Don't go after what the world calls freedom, to do what you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ലോകം സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് പിന്നാലെ പോകരുത്. That's what the devil wants. അതാണ് പിശാചും ആഗ്രഹിക്കുന്നത്. In the 3 temptations of Jesus, യേശുവിന്റെ 3 പരീക്ഷകളിൽ the temptation was to make Jesus do something independently without the permission of the Father. യഥാർത്ഥത്തിൽ പരീക്ഷ എന്നുള്ളത് യേശു പിതാവിന്റെ ഹിതമില്ലാതെ താൻ സ്വാതന്ത്ര്യത്തോടെ ചില കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. Satan comes and tells Jesus, you're the son of God, isn't it? You're very powerful, isn't it? Then you're hungry now, you just finished your fasting. Look at those stones. Just say, be bread, it'll be bread. Let's see if you can do it. പിശാച് വന്ന യേശുവിനോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ ദൈവപുത്രനാണല്ലോ, നിനക്ക് വളരെ ശക്തിയുണ്ടല്ലോ, ഇപ്പോൾ നിന്റെ ഉപവാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ, നിനക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലോ, ആ കല്ല് നോക്കിയിട്ട് അപ്പമായി തീരുക എന്നൊന്ന് കൽപ്പിച്ചാ പോരെ,
അത് അപ്പമായി തീരും. നീ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. You're the son of God. Let's see if you can do it. നീ ഒരു ദൈവപുത്രനല്ലേ, നിനക്കത് ചെയ്യുവാൻ പറ്റുമോ നോക്കിയാട്ടെ. Make that stones into bread and prove that you are the son of God. നീ ആ കല്ലിനെ അപ്പമാക്കി മാറ്റി നീ ദൈവപുത്രനാണെന്ന് തെളിയിച്ചാട്ടെ. He didn't make it into bread. താൻ അതിനെ അപ്പമാക്കി മാറ്റിയില്ല. But did Satan ever say, see, you never made it to bread, so you're not the son of God? Satan didn't say that. നീ അത് അപ്പമാക്കി മാറ്റാത്തത് കൊണ്ട് ദൈവപുത്രനല്ല എന്ന് പിശാച് പറഞ്ഞില്ലല്ലോ. Why? എന്തുകൊണ്ട്? Jesus was not here to show his power. യേശു വന്നത് അവന്റെ ശക്തി കാണിക്കാനായിട്ടല്ല. He had a heavenly father. തനിക്കൊരു സ്വർഗീയ പിതാവുണ്ടായിരുന്നു. He was that father's son. താൻ ആ പിതാവിന്റെ മകനാണ്. Unless that father tells, okay, make that stone into bread, he will not make that stone into bread. ആ പിതാവ് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുക എന്ന് പറയാതെ അവൻ ഒരിക്കലും അതിനെ അപ്പമാക്കി മാറ്റുകയില്ല. That father said, no, don't do it. So Jesus didn't do it. ആ പിതാവ് പറഞ്ഞു അത് ചെയ്യണ്ട, അതുകൊണ്ട് യേശു ചെയ്തില്ല. And by not doing it, he proved that he was the son, an obedient son of that father. അത് ചെയ്യാതിരുന്നത് കൊണ്ട് ആ പിതാവിന്റെ പുത്രനാണെന്ന്, ആ പിതാവിന്റെ അനുസരണമുള്ള പുത്രനാണെന്ന് താൻ തെളിയിച്ചു. That's how Jesus overcame that temptation. അങ്ങനെയാണ് യേശു ആ പരീക്ഷയെ ജയിച്ചത്. If we obey the saints, if we obey the leading of the Spirit of God, we are also called the sons of God. നാം വിശുദ്ധന്മാരെ അനുസരിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനെ നാം അനുസരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. By making ourselves slaves to Christ, by obeying all that he says. ക്രിസ്തു പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് അവന്റെ ദാസന്മാരായി നാം തീരുമ്പോൾ, the devil says, you do what you like. പിശാചു പറയും, നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. We will say, not my will but thy will be done. പക്ഷെ നാം പറയും, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. They are the sons of God. അവരാണ് ദൈവപുത്രന്മാർ. And they are going to enjoy true liberty in the end. അവരാണ് അവസാനം യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പോകുന്നത്. And that is called the liberty of the sons of God. അതാണ് ദൈവപുത്രന്മാരുടെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കപ്പെടുന്നത്. Our bodies will be transformed to inherit a free eternity. നിത്യത അവകാശമാക്കുവാൻ നമ്മുടെ ശരീരം സ്വതന്ത്രമാക്കപ്പെടും. That's what we are waiting for. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. Now there is another thing that we have to observe that's happening in these last days that the Antichrist is trying to do. ഈ നാളുകളിൽ സംഭവിക്കുന്ന, എതിർക്രിസ്തു ചെയ്യുവാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. After the twin towers have come crashing down, ആ ഇരട്ട ഗോപുരങ്ങൾ, ട്വിൻ ടവേഴ്സ് തകർന്നതിന് ശേഷം in its place a new tower is coming up. അതേ സ്ഥലത്ത് പുതിയൊരു ഗോപുരം ഉയർന്നു വരുന്നുണ്ട്. It's not complete, but this year it may be complete. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒരുപക്ഷെ ഈ വർഷം അതിന്റെ പണി പൂർത്തിയായേക്കാം. That's the tower here, the picture of the tower. ആ ഗോപുരത്തിന്റെ പടമാണ് ഈ കാണുന്നത്. It's called the Freedom Tower. അതിന്റെ പേര് സ്വാതന്ത്ര്യത്തിന്റെ ഗോപുരം എന്നാണ്. So look at that, freedom, Statue of Liberty, Freedom Tower. സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ, സ്വാതന്ത്ര്യത്തിന്റെ ഗോപുരം. It looks attractive. The name sounds attractive, but it's a great deception. ആ പേര് വളരെ ആകർഷകമാണ്, പക്ഷെ അതിന് പുറകിൽ വലിയൊരു ചതിയുണ്ട്. It's not freedom for man, it's freedom for Satan. അത് മനുഷ്യനുള്ള സ്വാതന്ത്ര്യമല്ല, സാത്താനുള്ള സ്വാതന്ത്ര്യമാണ്. Now if you look at the shape of this building, ഈ കെട്ടിടത്തിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ it is a kind of a strange shape. അതൊരു പ്രത്യേക വിധത്തിലുള്ള രൂപമാണ്. This shape is called a square anti-prism. ഇതിന്റെ ഈ ഷേപ്പിന്റെ പേര് സ്ക്വയർ ആന്റി പ്രിസം എന്നാണ്. What students know what a prism is. ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുട്ടികൾക്കൊക്കെ അറിയാം. You would have seen a prism in the lab. ഒരുപക്ഷെ ലാബുകളിൽ നിങ്ങൾ പ്രിസം കണ്ടിട്ടുണ്ടായിരിക്കാം. What does a prism do? എന്താണ് ഒരു പ്രിസം ചെയ്യുന്നത്? When light passes through the prism, പ്രകാശം ഇതിലൂടെ കടന്നു പോകുമ്പോൾ it disperses that light. It shows the many colors in that light. അത് ആ പ്രകാശം ചിതറിക്കപ്പെട്ടിട്ട് പല കളറുകളായി അത് പുറത്തു വരുന്നു. So a prism spreads or disperses light. ഒരു പ്രിസം പ്രകാശത്തെ അതിനെ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. Then by principle, not in actuality, by principle, anti-prism instead of spreading light will pull light inside. എന്ന തത്വപ്രകാരം നോക്കിയാൽ, യാഥാർത്ഥ്യത്തിലല്ല, തത്വപ്രകാരം മാത്രം നോക്കുമ്പോൾ ഈ ആന്റിപ്രിസം എന്ന് പറയുന്ന ആ വസ്തു അത് പ്രകാശത്തെ ചേർക്കുകയാണ് ചെയ്യേണ്ടത്. So what do we see now? നാം എന്താണ് കാണുന്നത്? In the place of these twin towers, ഈ ഇരട്ട ഗോപുരങ്ങളുടെ സ്ഥലത്ത് one tall Freedom Tower is rising up. ഒരു ഉയരമുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഗോപുരം ഉയരുന്നു.
and it is a symbolic of pulling light inside. അത് പ്രകാശത്തെ ഉള്ളിലേക്ക് വലിച്ചടക്കുന്നത് അടുക്കുന്നതിന്റെ ഒരു അടയാളമായി കാണപ്പെടുന്നു. And behind it is the light bearer. അതിന് പുറകിലാണ് പ്രകാശം വഹിക്കുന്നവൻ. So what is the philosophy between this? അതിന്റെ പുറകിലുള്ള തത്വം എന്താണ്? Behind this, it is, what's going to happen is the light in this world is going to be pulled out and given back to the light bearer. അതിന്റെ പുറകിലുള്ള തത്വം ഇപ്രകാരമാണ്: ഈ ലോകത്തിലുള്ള പ്രകാശം മുഴുവൻ അതിലേക്ക് വലിച്ചെടുത്തിട്ട് പുറകിലുള്ള പ്രകാശം വഹിക്കുന്നവന് നൽകുന്നു. In other words, plans are being made to pull out, to suck out all the light that is in this world and give it to the light bearer, Satan or Lucifer. അതായത് ഈ ലോകത്തിലുള്ള മുഴുവൻ പ്രകാശവും വലിച്ചെടുത്തിട്ട് പുറകിലുള്ള പ്രകാശം വഹിക്കുന്നവനായ ലൂസിഫർ അത് നൽകുവാനുള്ള പദ്ധതികളൊക്കെയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. That's why the Bible says, we know that Satan is engulfed in darkness. അതുകൊണ്ടാണ് നമുക്കറിയാം സാത്താൻ ഇരുട്ടിൽ താൻ മുഴുകിയിരിക്കുന്നു, അല്ല ഇരുളിൽ മറഞ്ഞിരിക്കുന്നു. He is called the prince of darkness. താൻ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ പ്രഭു എന്നാണ് വിളിക്കപ്പെടുന്നത്. When he comes down, the Bible says darkness shall cover the earth and gross darkness will cover the people. വേദപുസ്തകം പറയുന്നത് താൻ വരുമ്പോൾ അന്ധകാരം ഭൂമിയെ കൂരിരുട്ട് ജാതികളെ മൂടുന്നു എന്നാണ്. But what he claims is, I am the light of the world. എന്നാൽ താൻ പറയുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന്. I am the light bearer. ഞാനാണ് പ്രകാശം വഹിക്കുന്നവൻ. So you come unto me, I will give you light. നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് പ്രകാശം തരാം. But what he will do is, he will come and pull out all the light in this world. എന്നാൽ താൻ ചെയ്യുന്നതോ താൻ വന്ന് ലോകത്തിലുള്ള വെളിച്ചം മുഴുവൻ അവൻ വലിച്ചെടുക്കുകയാണ്. What light is there in this world? എന്താണ് ഈ ലോകത്തിലുള്ള വെളിച്ചം? You are the light of the world. നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. There's no other light in this world. ഈ ലോകത്തിൽ മറ്റൊരു വെളിച്ചവുമില്ല. The only spiritual light in this world is the light that Jesus has put in your heart and my heart. ഈ ലോകത്തിലുള്ള ഏക വെളിച്ചം എന്ന് പറയുന്നത് യേശു നിങ്ങളുടെയും എന്റെയും ഹൃദയത്തിൽ തന്നിരിക്കുന്ന വെളിച്ചമാണ്. And what is the plan of Satan? എന്താണ് പിശാചിന്റെ സാത്താന്റെ ഉദ്ദേശം? To pull out that light. ആ ലൈറ്റിനെ വലിച്ചെടുക്കുക. There was a converted Satanist. സാത്താനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി മനസാന്തരപ്പെടുകയുണ്ടായി. When he was saved, he gave in his testimony. താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്റെ സാക്ഷ്യം താൻ ഇപ്രകാരം പറഞ്ഞു. He said, when I was in the world, when we were Satanists, we could recognize Christians very easily. ഞങ്ങൾ സാത്താനെ ആരാധിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിയെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാമായിരുന്നു. He doesn't have to carry a Bible. താൻ ഒരു വേദപുസ്തകം ചുമക്കണമെന്നില്ല. He doesn't have to be dressed in white. താൻ വെള്ളവസ്ത്രം ധരിക്കണമെന്നില്ല. But when he walks on the road, we know he's a Christian. എന്നാൽ ഒരു വ്യക്തി റോഡിൽ നടക്കുമ്പോൾ അവൻ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. How? എങ്ങനെ? We can see into his heart and we can see a light burning like the bright shining of a candle. തന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾക്ക് നോക്കുവാൻ കഴിയും. അവിടെ നോക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തുന്നത് പോലെ ഒരു പ്രകാശം, അവിടെ ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കാണാം. So Satan knows the light that is shining in your hearts. You can't see it, but he can. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശം കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ ശത്രുവിന് പിശാചിന് അത് കാണുവാൻ കഴിയുന്നുണ്ട്. One day I was going to a house where a death had taken place. ഒരു മരണം നടന്ന ഒരു ഭവനത്തിലേക്ക് ഞാൻ ഒരു ദിവസം കടന്നു പോകുകയായിരുന്നു. As I was going into the house, ആ ഭവനത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ there was a lady from the neighboring house. അടുത്ത അയൽപക്കത്തു നിന്നുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. She was peeping over the wall. താൻ ആ മതിലിന് മുകളിൽ കൂടി എത്തി നോക്കുകയായിരുന്നു. And when I was walking in, she was staring at me. ഞാൻ അകത്തേക്ക് നടന്നു പോകുമ്പോൾ താൻ എന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. And when I was coming out, again she was there staring at me. ഞാൻ പുറത്തു വരുമ്പോഴും താൻ അവള് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. Then the next day some believers came and asked me. അടുത്ത ദിവസം ചില വിശ്വാസികൾ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, Did you notice a woman standing over the wall and staring at you? ഒരു സ്ത്രീ ആ മതിലിനപ്പുറത്ത് നിന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? I said yes. ഞാൻ പറഞ്ഞു അതെ. You know why she was staring at you? താൻ എന്തുകൊണ്ടാണ് തുറിച്ചു നോക്കിയെന്ന് അറിയാമോ? You came in her dream last night. നിങ്ങൾ
തലേന്ന് അവളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. And when she saw you, she said, "Hey, that's the person I saw in the dream." നിങ്ങളെ കണ്ടപ്പോൾ താൻ പറയാണ്, ഇതാണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ട വ്യക്തി. And she said, when you were going, she was able to see a light following you into the house, and when you came out, she saw that light following you out of the house. താൻ പറയുകയായിരുന്നു, നിങ്ങൾ ആ ഭവനത്തിലേക്ക് പോയപ്പോൾ ഒരു പ്രകാശം നിങ്ങളെ അനുഗമിച്ചിരുന്നു. നിങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങളുടെ കൂടെ ആ പ്രകാശവും ഇറങ്ങി വരുന്നത് കണ്ടു. She is not a saved person. She was a Roman Catholic and she saw this. താൻ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, താൻ ഒരു റോമൻ കത്തോലിക്ക മതത്തിൽപ്പെട്ട വ്യക്തിയാണ്. താൻ അത് കണ്ടു. So there is a light surrounding, there is a light within the children of God. ദൈവമക്കളുടെ ചുറ്റിലും പ്രകാശിക്കുന്ന, ദൈവമക്കളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരു പ്രകാശമുണ്ട്. Satan is making plans to grab that light out of you. നിങ്ങളിൽ നിന്ന് ആ പ്രകാശം വലിച്ചെടുത്ത് കളയേണ്ടതിന് പിശാച് പദ്ധതികൾ ഒരുക്കുന്നു. If you turn to John chapter 1 and verse 5. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. And the light shineth in darkness, and the darkness comprehended it not. This darkness is not the darkness that you see when you switch off the light. നിങ്ങൾ ലൈറ്റ് കെടുത്തുമ്പോൾ കാണുന്ന ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. It is a power. അതൊരു ശക്തിയാണ്. That's why this verse says this darkness could not hold and bring under control that light, as you see read in Malayalam. അതുകൊണ്ടാണ് നാം മലയാളത്തിൽ കണ്ടതുപോലെ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് വായിക്കുന്നത്. In the real world, darkness has no power over light. You switch on the light, darkness will flee. ഈ യഥാർത്ഥ ലോകത്തില് ഇരുട്ടിന് പ്രകാശത്തിന്റെ മേൽ യാതൊരു അധികാരവുമില്ല. നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്താൽ ഉടനെ ഇരുട്ട് അവിടെ നിന്ന് പുറത്താകുന്നു. But in the spiritual world, this darkness has a power and it will try to grab the light. എന്നാൽ ആത്മീയ ലോകത്തിൽ ഈ ഇരുട്ടിനൊരു ശക്തിയുണ്ട്, അത് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ശ്രമിക്കുന്നു. But it could not hold that light that was shining in Jesus. എന്നാൽ യേശുവിൽ പ്രകാശിച്ചുകൊണ്ടിരുന്ന വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ അതിന് കഴിഞ്ഞില്ല. And that light that was shining in Jesus is shining in our hearts today. അന്ന് യേശുവിൽ പ്രകാശിച്ചുകൊണ്ടിരുന്ന ആ വെളിച്ചമാണ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നത്. But Satan is making plans to pull out that light and to put darkness in our hearts as well. എന്നാൽ ആ വെളിച്ചത്തെ പിടിച്ചടക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ട് കൊണ്ടുവരുവാൻ പിശാച് ശ്രമിക്കുന്നു. If you turn to 2 Corinthians chapter 4 and read verse 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. In whom the God of this world hath blinded the minds of them which believe not, lest the light of the glorious gospel of Christ, who is the image of God, should shine unto them. So in one sense, what is this light? ഒരു അർത്ഥത്തിൽ ഈ വെളിച്ചം എന്താണ്? It's an enlightenment in the mind. അത് മനസ്സിലുള്ള പ്രകാശനമാണ്. So Satan will try to blind our minds and thus put out the light that came into us from the gospel. നമ്മുടെ മനസ്സിന്റെ പ്രകാശനം കെടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് സുവിശേഷ നിമിത്തം വന്ന പ്രകാശം ഇല്ലാതെയാക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു. So that light is an understanding of things in the mind. ആ വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഗ്രാഹ്യമാണ്. Read Hebrews chapter 10 and verse 32. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വായിക്കാം. But call to remembrance the former days in which, after you were illuminated, ye endured a great fright of afflictions. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും, after you were illuminated. നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം. In other words, there was a point of time when the gospel came and touched us and we were enlightened. We saw the world differently. We saw ourselves differently. We saw eternity differently. നാം സുവിശേഷം വന്ന് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മെ പ്രകാശിപ്പിച്ച ഒരു സമയമുണ്ടായിരുന്നു. അന്ന് നാം ഈ ലോകത്തെ മറ്റൊരു രീതിയിൽ കണ്ടു, നമ്മെ തന്നെ മറ്റൊരു വിധത്തിൽ കണ്ടു, നിത്യതയെ മറ്റൊരു വിധത്തിൽ കാണുവാനിടയായി. So it's a light in the mind. അത് മനസ്സിലുള്ള ഒരു വെളിച്ചമാണ്. It's a new way of understanding. അതൊരു പുതിയ വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതാണ്. When Jesus was walking in the world, യേശു ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, once the disciples asked Jesus, look at the temple, look at that gold, look at that building, how beautiful, isn't it? യേശുവിനെ നോക്കി ശിഷ്യന്മാർ ചോദിച്ചു, ആ ആലയം കണ്ടോ, എത്ര മനോഹരമാണ്, അതിന്റെ പണികളൊക്കെ കണ്ടോ? Jesus said, യേശു പറഞ്ഞു, you see that building? നിങ്ങൾ ഈ കെട്ടിടം കാണുന്നുവോ? It's going to come down in such a manner, not one stone will be left on another. ഒരു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അത് തകർക്കപ്പെടുവാൻ പോകുന്നു. So the disciples
mind and the way they looked at that building was different. Jesus' mind in looking at that building was different. His mind had light in it, Jesus' mind. ശിഷ്യന്മാർ ആ കെട്ടിടത്തെ നോക്കിയ വിധം ഒന്നാണ്, യേശു അതിനെ കണ്ട വിധവും മറ്റൊന്നാണ്. കാരണം യേശുവിന്റെ ഉള്ളിൽ തന്റെ മനസ്സിൽ പ്രകാശമുണ്ടായിരുന്നു. Later on this light came into the lives of the disciples also. എന്നാൽ പിന്നീട് ഈ വെളിച്ചം ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് വന്നു. Many years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ് one servant of God left our ministry. ഒരു ശുശ്രൂഷകൻ നമ്മുടെ ഈ ശുശ്രൂഷ വിട്ടുപോയി. You know why? എന്തുകൊണ്ടെന്നറിയുമോ? Suddenly he got an idea. പെട്ടെന്ന് തനിക്കൊരു ബുദ്ധി ഉദിച്ചു. I want world fame. എനിക്ക് ലോകത്തിൽ നല്ല പേരുണ്ടാക്കണം. And he became a film director. താൻ ഒരു സിനിമാ സംവിധായകനായി. And he directed 2 films. താൻ 2 സിനിമ സംവിധാനം ചെയ്തു. He became very popular. ലോകത്തിൽ വളരെ പ്രശസ്തനായി. Within a short time he became sick and died. അല്പനാളുകൾക്കുള്ളിൽ രോഗിയായി മരണമടഞ്ഞു. See what happened to his mind. തന്റെ മനസ്സിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. One point of time his mind was, I don't want this world, I don't want anything, I want Jesus. He left everything, his family, his parents, his house, a married life, and came into the ministry. ഒരു കാലത്ത് എനിക്ക് ഈ ലോകം വേണ്ട, ഈ ലോകത്തിലുള്ള ഒന്നും വേണ്ട, എനിക്ക് യേശു മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തെയും തന്റെ മാതാപിതാക്കളെയും തനിക്കുള്ള എല്ലാറ്റിനെയും വിട്ട് താൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നു. Suddenly at some point of time that light goes off, darkness comes in. He wants to go back into the world, he wants to become popular there. പെട്ടെന്ന് ഏതോ ഒരു സമയത്ത് ആ വെളിച്ചം അണഞ്ഞുപോയി, ഇരുട്ട് തന്റെ ജീവിതത്തിലേക്ക് വന്നു, ലോകത്തിലേക്ക് പോയി പ്രശസ്തനാകുവാൻ ആഗ്രഹിക്കുകയാണ്. So now what happens is he followed that darkness, it led him out, and finally he doesn't get anything. He seems to get some light there, and in no time it's all gone. താന് ഇരുട്ടിനെ അനുഗമിച്ചു, തനിക്ക് പ്രശസ്തനാകുവാൻ താൻ എന്തൊക്കെ ആഗ്രഹിച്ചു പുറത്തുപോയി, പക്ഷെ അവസാനം തനിക്ക് ഒന്നുമില്ലായ്മയിലേക്ക് താൻ വരികയാണ്. Now where is he? ഇപ്പോൾ താൻ എവിടെയാണ്? Don't allow that darkness to come into your mind. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഇരുൾ വരുവാൻ നിങ്ങൾ അനുവദിക്കരുതേ. You know, there are evil powers called poltergeists, which magicians use to deceive people. മന്ത്രവാദികൾ സാധാരണ ഉപയോഗിക്കുന്നതായ അന്ധകാര ശക്തികളുണ്ട്. കുട്ടിപ്പിശാച് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. They have this poltergeist under their control, and they can control everyone who is watching them. ഈ കുട്ടിപ്പിശാചുകളെ അവരുടെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. So they will make a man lie down on the table. അവര് ഒരു മനുഷ്യനെ മേശമേൽ കിടത്തും. The magician will bring a saw and cut the man's head. മാജിക്കുകാരൻ വന്നിട്ട് ഒരു വാളുകൊണ്ട് മനുഷ്യന്റെ തല വെട്ടുന്നതായിട്ട് കാണിക്കും. And take that head and put it on another table. ആ തലയെടുത്തിട്ട് മറ്റൊരു മേശമേൽ വെക്കും. And he will take a microphone and hold it in front of that head will talk. താൻ ഒരു മൈക്ക് എടുത്തിട്ട് തലയുടെ മുമ്പിൽ പിടിക്കുമ്പോൾ തല സംസാരിക്കും. Is it possible? അത് അങ്ങനെ സംഭവിക്കുമോ? But is it possible? അങ്ങനെ സാധ്യമാണോ? But everyone watching it will watch it like that. കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആ സംഭവം അങ്ങനെ തന്നെ കാണും. What is the secret? എന്താണ് അതിന്റെ രഹസ്യം? This poltergeist is only 3/4 of a foot, 9 inches tall, that's all. ഒരു കുട്ടിപ്പിശാച് എന്ന് പറഞ്ഞാൽ അതിന് 9 ഇഞ്ച് പൊക്കം മാത്രമേ ഉള്ളൂ, 3/4 അടി പൊക്കമേ ഉള്ളൂ. But it has the power to play with everyone's mind. എന്നാൽ എല്ലാവരുടെ മനസ്സുമായിട്ട് കളിക്കുവാനുള്ള അധികാരം, ശക്തി അതിനുണ്ട്. This one little demon can make everybody, that man will be lying here with his head here only, but he will make you think as though it is there and it's talking. ഈ ചെറിയ കുട്ടിപ്പിശാച് ആ മനുഷ്യന്റെ യഥാർത്ഥത്തിൽ ഇവിടെ കിടക്കുന്നേ ഉള്ളായിരിക്കാം, തന്റെ തലയും തന്റെ ശരീരത്തിൽ തന്നെ കാണും. പക്ഷേ ഈ കുട്ടിപ്പിശാച് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തലയെടുത്ത് അവിടെ വെച്ചതായിട്ട് ഉള്ളൊരു തോന്നൽ ഉളവാക്കും. The head of all these demons, including this poltergeist, is the god of this world that we are reading about. നാം വായിച്ചതുപോലെ ഈ കുട്ടിപ്പിശാചിന്റെയും സകല പിശാചുക്കളുടെയും തലവൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ദൈവമാണ്, പ്രഭുവാണ്. These evil powers have the capacity to make you look at this world as something very beautiful. ഈ പിശാചുക്കൾക്ക് നിങ്ങൾ ലോകത്തെ നോക്കുമ്പോൾ അത് വളരെ മനോഹരമായി നിങ്ങൾക്ക് തോന്നിക്കുവാൻ കഴിയും. So that's what he tried to do with Jesus also. Took him to a high mountain, showed him all the glories of this world and said, I'll give this all to you. I'll walk away. I won't control this anymore. You can have it all. Just once bow down before me and worship me. യേശുവിന്റെ അടുക്കലും ചെയ്തത് ഇത് തന്നെയാണ്. തന്നെ വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി ഈ ലോകത്തിന്റെ പ്രതാപങ്ങൾ, മഹത്വം മുഴുവൻ തന്നെ കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇതെല്ലാം നിനക്ക് തന്നേക്ക്, എനിക്കിതൊന്നും വേണ്ട, ഇതെല്ലാം തന്നിട്ട് ഞാൻ പോയിക്കൊള്ളാം, നീ എന്നെ ഒരു പ്രാവശ്യം ഒന്ന് വണങ്ങിയാൽ മതി. What would happen if Jesus
did what Satan did, asked him to do. സാത്താൻ തന്നോട് പറഞ്ഞ ആ കാര്യം യേശു ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? You'll really give me everything? നീ യഥാർത്ഥമായി എനിക്കെല്ലാം തരുമോ? You won't trouble me hereafter? ഇതിന് ശേഷം നീ എന്നെ ശല്യപ്പെടുത്തത്തില്ലല്ലോ? No, I won't trouble you. I won't take the control of this world. I won't deceive anyone. I'll walk away. Once bow down before you. ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ആരെയും ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയെ ഞാൻ വഞ്ചിക്കുകയില്ല. ഞാൻ പോയിക്കൊള്ളാം. നീ ഒരു പ്രാവശ്യം എന്നെ ഒന്ന് വണങ്ങിയാൽ മതി. If Jesus bowed once, യേശു ഒരിക്കൽ വണങ്ങിയിരുന്നെങ്കിൽ what would Satan have said? പിശാച് എന്ത് പറയുമായിരുന്നു? I won't give the world to you. It is still mine. You are also mine. താൻ പറയും, ഞാൻ ലോകം നിനക്ക് തരില്ല, അത് എനിക്കുള്ളതാണ്, ഇപ്പോൾ നീയും എന്റേതാണ്. But Jesus knew the subtlety of Satan and said, "Get thee behind me, Satan." യേശു പിശാചിന്റെ വഞ്ചന അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ വിട്ടു പോ. That's that light that Jesus wants to put in our heart. ആ വെളിച്ചമാണ് യേശു നമ്മുടെയും ഹൃദയങ്ങളിൽ പകരുവാൻ ആഗ്രഹിക്കുന്നത്. Now when Satan comes into power, the powers of the Antichrist, they will try to suck out the light in us in two ways. സാത്താൻ അധികാരത്തിൽ, എതിർ ക്രിസ്തു മുഖാന്തരം അധികാരത്തിൽ വരുമ്പോൾ നമ്മിലുള്ള വെളിച്ചത്തെ രണ്ടു വിധത്തിൽ അത് അണച്ചു കളയുവാൻ, പിടിച്ചടക്കുവാൻ ശ്രമിക്കും. One is by pleasure, the other is by pressure. ഒന്ന് അത് ലോകത്തിന്റെ ഇമ്പങ്ങൾ വഴിയാണ്, മറ്റൊന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ്. So he will first try to attract you and pull you to himself and thus put out your light. ആദ്യം ലോകത്തെ നിങ്ങൾക്ക് വളരെ മനോഹരമായി തോന്നിച്ച് നിങ്ങളെ ആകർഷിച്ച് നിങ്ങളിലുള്ള വെളിച്ചം ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കും. If you are too clever for that and that doesn't work, he will try to threaten you and make you submit to him and put out your light. നിങ്ങൾ ജ്ഞാനികളായിരുന്ന് നിങ്ങളുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുവാൻ അവന് കഴിയാതെ വരികയാണെങ്കിൽ അവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തി, സമ്മർദ്ദം ചെലുത്തി നിങ്ങളെ അവന്റെ കീഴിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കും. One of the 7 heads that are on the beast of the Antichrist is the powers behind Assyria. എതിർ ക്രിസ്തുവിന്റെ അടയാളമാകുന്ന മൃഗത്തിൽ ഉള്ള 7 തലകളിൽ ഒന്ന് അത് അസൂറിന്റെ സിറിയയുടെ അധികാരമാണ്. Is this spirit of Assyria that works like this? Either it will try to attract you and pull you, or it will threaten you and pull you. അസീറിയയുടെ ആത്മാവിന്റെ പ്രത്യേകത എന്നുള്ളത് അതൊന്നെങ്കിൽ നിങ്ങളെ ആകർഷിക്കുവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അത് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ കീഴടക്കുവാൻ ശ്രമിക്കും. Turn to 2 Kings chapter 18. 2 രാജാക്കന്മാർ 18 അധ്യായം. And you see how the king of Assyria is first trying to attract the Israelites. അവിടെ നമുക്ക് വായിക്കുമ്പോൾ അസീറിയയുടെ രാജാവ് എങ്ങനെയാണ് ഇസ്രായേലിനെ ആദ്യം ആകർഷിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. In verses 31 and 32, what does he say? 31 32 വാക്യങ്ങളിൽ താൻ എന്താണ് പറയുന്നത്? Listen, O Jews, യഹൂദന്മാരെ, നിങ്ങൾ ചെവി കൊടുക്കുവിൻ. Don't listen to your king Hezekiah. നിങ്ങളുടെ രാജാവായ ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. Make an agreement with me, the king of Assyria. അസൂറിന്റെ രാജാവായി എന്നോട് നിങ്ങൾ ഒരു സന്ധി ചെയ്തു കൊള്ളുവേൻ. Then come out with me. എന്നോട് കൂടെ പുറത്തു വരുവേൻ. And you can eat under your own vine, under your own fig tree. You can drink from your own cistern. In other words, you don't have to be a slave to your king. You can enjoy freedom. നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെ ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്യാം. അതായത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എന്റെ അടുക്കൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ രാജാവിന് അടിമയായിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. Not only that, I will give you a land like your own land, the next verse says. അടുത്ത വാക്യം പറയുന്നത് അത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശം പോലെ ഒരു മനോഹര ദേശം തരാം. I will give you so much of entertainment and fun and enjoyment in this world. You can enjoy heaven on earth. നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വളരെ സന്തോഷങ്ങളും ഇമ്പങ്ങളും ആനന്ദങ്ങളും ഞാൻ പ്രദാനം ചെയ്യാം. നിങ്ങൾക്ക് വാസ്തവത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗം ഇവിടെ അനുഭവിക്കാം. A land of corn and wine, a land of bread and vineyards, a land of olive and honey. You can live, you don't have to die. അപ്പവും തേനും ധാന്യവും വീഞ്ഞും മുന്തിരിത്തോട്ടവും ഒലിവെണ്ണയും ഒക്കെയുള്ള ഒരു ദേശം, നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് ജീവിക്കാം. But if you don't accept the freedom that I offer, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, then you're going to be in difficulty. നിങ്ങൾ കഷ്ടത്തിലാകാൻ പോകുന്നു. Read verse 23 and 24. 23 24 വാക്യങ്ങൾ വായിക്കാം. ആകട്ടെ, എന്റെ യജമാനനായ അശൂർ രാജാവുമായി വാതുകെട്ടുക. നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെ എങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും
കുതിരച്ചേവകർക്കായിട്ടും നീ മിസ്രയീമിൽ ആശ്രയിക്കുന്നുവല്ലോ. Now therefore I pray thee, give pledges to my lord the king of Assyria, and I will deliver thee 2,000 horses, if thou be able on thy part to set riders upon them. How then wilt thou turn away the face of one captain of the least of my master's servants, and put thy trust on Egypt for chariots and for horsemen? What is the king of Assyria trying to say? അശ്ശൂർ രാജാവ് എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത്? If you don't accept this invitation to join me, എന്നോട് ചേരുവാനുള്ള ഈ സ്വീകരണം നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ you are going to be put into a very great difficulty. നിങ്ങൾ ഒരു വലിയ ബുദ്ധിമുട്ടിലാകുവാൻ പോകുന്നു. I will give you 2,000 horses. ഞാൻ നിങ്ങൾക്ക് 2000 കുതിരകളെ തരാം. You put riders on them if you have 2,000 riders. നിങ്ങൾക്ക് 2000 കുതിരച്ചാകവന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഈ കുതിരകളുടെ മേൽ കയറ്റിക്കൊള്ളുക. Or you can go and get help from Egypt if you want. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മിസ്രയീമിൽ പോയി നിങ്ങൾക്ക് സഹായം പ്രാപിക്കാം. You come with your 2,000 horses and riders. I will send the smallest captain, the least, the weakest man in my army to fight with them. നിങ്ങൾ ഈ 2000 കുതിരകളും ചേവകന്മാരുമായി എന്റെ നേരെ വരുമ്പോൾ എന്റെ പട്ടാളത്തിലുള്ള ഏറ്റവും എളിയ ഒരു ക്യാപ്റ്റനെ നിങ്ങൾക്ക് വിരോധമായി ഞാൻ അയക്കും. You can't, man, you can't. You better surrender. നിങ്ങൾക്ക് അവനോട് പോലും എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. കീഴടങ്ങുകയാണ് നല്ലത്. These are the two ways in which you Christians are going to be either invited, allured by showing you the world and offering you heaven on earth, or be threatened and he will kill you. ഈ രണ്ട് വിധത്തിലാണ് ഈ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെ ഒന്നെങ്കിൽ അവരെ പല കാര്യങ്ങൾ കാണിച്ച് വശീകരിച്ചു കൊണ്ടുവരും, ഇല്ല എങ്കിൽ ഭീഷണിപ്പെടുത്തും, നിങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ കൊല്ലപ്പെടുമെന്ന്. You see, on Satan's side the unveiling ceremony is already over. They are saying, Lucifer, come, we are releasing you, the light bearer, you take control of the world. പിശാചിന്റെ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ആ പ്രകാശവാഹകനെ അല്ലെങ്കിൽ ഐസിസിനെ അതിനെ അനാവരണം ചെയ്യുന്ന ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. അവർ പിശാചിനെ വിളിക്കുകയാണ്, പ്രകാശവാഹകനായിട്ടുള്ളവനെ നിങ്ങൾ വരിക, ഞങ്ങൾ നിനക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന്. But this happened 12 years ago and still nothing's happened. എന്നാൽ ഇത് 12 വർഷം മുമ്പാണ് സംഭവിച്ചത്, ഇതുവരെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. Some are very happy. ചിലർക്ക് വളരെ സന്തോഷമാണ്. This happened 12 years ago, it's still not happened. It's not going to happen also. 12 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ, ഇതുവരെ ഒന്നും നടന്നില്ല, ഇനിയൊട്ടും നടക്കാൻ പോകുന്നുമില്ല. You know why God's stopping? എന്തുകൊണ്ടാണ് ദൈവം തടയുന്നതെന്ന് അറിയാമോ? Why 12 years have passed, they've released Satan and they said come, and he's still not able to come. Why? 12 വർഷം കടന്നുപോയി, പിശാചിന് അവർ സ്വാതന്ത്ര്യം കൊടുത്തു, പക്ഷെ എന്തുകൊണ്ട് അവന് വരുവാൻ കഴിയുന്നില്ല? The Bible says somebody is stopping him. വേദപുസ്തകം പറയുന്നത് ആരോ തന്നെ തടുക്കുകയാണ്. Read 2 Thessalonians chapter 2 and verse 7. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങി പോക മാത്രം വേണം. For the mystery of iniquity doth already work, only he who now letteth will let, until he be taken out of the way. This is the mystery of iniquity. ഇതാണ് അധർമ്മത്തിന്റെ മർമ്മം. These guys perform religious ceremonies and kill off thousands of people, shed innocent blood. This is the mystery of iniquity. ഈ മനുഷ്യർ അവർ ആയിരക്കണക്കിന് മനുഷ്യരെ കുരുതി കഴിച്ച് നിഷ്കളങ്കരുടെ രക്തം ചൊരിഞ്ഞ് ഒരു മതപരമായ ചടങ്ങ് അവിടെ നടത്തിയിരിക്കുകയാണ്. ഇതാണ് അധർമ്മത്തിന്റെ മർമ്മം. They are saying Lucifer come, but he's not coming. Why? Is someone stopping him? അവർ പറയുകയാണ് ലൂസിഫറെ വരിക, എന്നാൽ അവന് വരുവാൻ കഴിയുന്നില്ല, കാരണം ആരോ ഒരുവൻ അവനെ തടുക്കുന്നു. That is the Holy Spirit. അത് പരിശുദ്ധാത്മാവാണ്. The Holy Spirit says stop, you can't come now. പരിശുദ്ധാത്മാവ് പറയുകയാണ് നിൽക്കുക, നിനക്കിപ്പോൾ വരുവാൻ കഴിയുകയില്ല. Why? എന്തുകൊണ്ട്? Because you and I are not ready as yet. നീയും ഞാനും ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. He is delaying because he wants you and I to get ready. നിങ്ങളും ഞാനും ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവൻ തടയുന്നത്. But what are we doing? നാം എന്താണ് ചെയ്യുന്നത്? We are saying he is delaying and we are playing. അവൻ താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. He is waiting for us, that's why he is not coming. We are saying he is not coming and so we are playing. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ് വരുവാൻ അനുവദിക്കാത്തത്. നാം പറയുന്നത് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നാം ഇവിടെ കളിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. On one side he is long suffering, he doesn't want any of us to get left behind. ഒരു ഭാഗത്ത് അവൻ
ദീർഘക്ഷമയുള്ളവനായി നമ്മിൽ ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. At the same time, remember, he's also said in Hebrews, he that shall come will come in yet a little while, and he will not tarry. അതേ സമയം തന്നെ നിങ്ങൾ ഓർത്തുകൊള്ളണം, എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. So let's stop playing and take life very seriously. He's not going to stop Satan forever. A day will come, the Holy Spirit will go away, and those who are his will go away, and woe unto you if you are left behind. നാം അതുകൊണ്ട് കളിക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ നാം സീരിയസ് ആയി നാം ഒരുങ്ങുന്നവരായിരിക്കാം. ഒരു ദിവസം വരും, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും, അതോടുകൂടി അവനുള്ളവനും എടുക്കപ്പെടും. അതിനുശേഷം കൈവിടപ്പെടുന്നവർക്ക് അയ്യോ കഷ്ടം. Read Revelation 12:12. വെളിപ്പാട് പുസ്തകം 12:12 വായിക്കാം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവനുമായുള്ളവരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. Therefore rejoice, ye heavens, and ye that dwell in them. Woe to the inhabitants of the earth and of the sea, for the devil is come down unto you, having great wrath, because he knoweth that he hath but a short time. Rejoice, ye heavens. സ്വർഗത്തിൽ വസിക്കുന്നവരെ ആനന്ദിച്ചുകൊള്ളുവേൻ. Why? എന്തുകൊണ്ട്? Because the devil and his angels that were there have now been thrown down. എന്തുകൊണ്ടെന്നാൽ അവിടെ ഉണ്ടായിരുന്ന സാത്താനും അവന്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നു. But woe unto you, O earth. എന്നാൽ ഭൂമിയിൽ വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. Why? എന്തുകൊണ്ട്? Because the devil who has emptied the heavens has come down to the earth now. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒഴിവാക്കിയതായ പിശാച് ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. So now, although they have unveiled these gods and goddesses and want them to come and take over power in the earth, ഈ ഭൂമിയിലുള്ള അധികാരങ്ങൾ പ്രാപിക്കേണ്ടതിന് ഈ ദേവന്മാരുടെ ദേവിമാരുടെ അനാവരണ ചടങ്ങ് അവർ നടത്തിയിരിക്കുന്നുവെങ്കിൽ തന്നെയും the Holy Spirit is stopping for the time being. എന്നാൽ പരിശുദ്ധാത്മാവ് തൽക്കാലത്തേന് തടഞ്ഞു നിർത്തുകയാണ്. He's saying, "Oh Church of God, wake up." താൻ പറയുകയാണ്, ദൈവസഭയെ ഉണർന്നു കൊള്ളുക. But when he releases his hand and takes away those who are his, എന്നാൽ അവന്റെ കരം അവൻ മാറ്റിയിട്ട് കാത്തിരിക്കുന്നവരെ അവൻ ചേർക്കുമ്പോൾ, woe unto you, O earth. ഭൂമിയും അതിൽ വസിക്കുന്നവർക്കും അയ്യോ കഷ്ടം. For the devil has come unto you and he knows that he has a short time. Before that he has to pull out your light. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് മഹാക്രോധത്തോടെ നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാക്കുവാൻ അവൻ കടന്നു വന്നിരിക്കുന്നു. So what are we going to do in these last days? ഈ അവസാന നാളുകളിൽ നാം എന്ത് ചെയ്യുവാൻ പോകുന്നു? How are we going to preserve our light? നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വെളിച്ചത്തെ നാം എങ്ങനെ സൂക്ഷിക്കുവാൻ പോകുന്നു? Don't go after the glories of this world. ഈ ലോകത്തിന്റെ പ്രതാപങ്ങളുടെ പിന്നാലെ പോകരുതേ. Don't go after the riches of this world. ഈ ലോകത്തിന്റെ ധനത്തിന്റെ പിന്നാലെ പോകരുതേ. Don't go after the fashions of this world. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പിന്നാലെ പോകരുതേ. There is no more time to sit here and earn money. ഈ ലോകത്തിൽ ഇനിയും താമസിച്ച ധനം സമ്പാദിക്കുവാൻ ഇനി കാലം ശേഷിച്ചിട്ടില്ല. There is no more time to sit here and increase our goods and our property. ഈ സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മുടെ വസ്തുവകയെ വർദ്ധിപ്പിക്കുവാൻ സമയമില്ല. The Holy Spirit is withholding, giving you enough time just to get ready to fly away. പരിശുദ്ധാത്മാവ് തടഞ്ഞു നിർത്തുന്നത് നിങ്ങൾക്ക് പറന്നുയരുവാൻ വേണ്ടതായ ശക്തി സംഭരിക്കേണ്ടതിനാണ്. Redeem the time because the days are evil and deceptive. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേൻ. So on the one side we have to hate the deceptions of this world, the glories of this world. ഒരു ഭാഗത്ത് ഈ ലോകത്തിന്റെ വഞ്ചനകളെയും ലോകത്തിന്റെ പ്രതാപങ്ങളെയും നാം വെറുക്കണം. On the other side, pressure on Christians is going to increase. മറുഭാഗത്ത് ക്രിസ്ത്യാനികളുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുവാൻ പോകുന്നു. To live in this world without denying the faith and the truth is going to be more and more difficult. ഈ ലോകത്തിൽ വിശ്വാസം തള്ളി പറയാതെ ജീവിച്ചിരിക്കുക എന്നുള്ളത് വലിയ കഷ്ടമാകുന്ന ഒരു അനുഭവമായി തീരുവാൻ പോകുന്നു. Governments are going to institute new laws in the land that's going to stop the transformation of your body. നിങ്ങളുടെ ശരീരത്തിന്റെ രൂപാന്തരത്തെ തടസ്സപ്പെടുത്തേണ്ടതിന് സർക്കാരുകൾ ദേശത്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്നു. What are we going to do at this time? ആ സമയത്ത് നാം എന്ത് ചെയ്യുവാൻ പോകുന്നു? So we have to get ready so that that light of Jesus Christ might shine in our hearts. നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയത്തിൽ യേശുവിന്റെ പ്രകാശം ശോഭിക്കേണ്ടതിന് നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. We read in the Hebrews how after they were illuminated they endured a great fight of afflictions. നാം എബ്രായ ലേഖനത്തിൽ വായിച്ചുവല്ലോ, അവർക്ക് പ്രകാശനം ലഭിച്ച ശേഷം അവർക്ക് വലിയ കഷ്ടമുണ്ടായി എന്ന്. They endured 10:32.
10:32. Hebrews 10:32. എബ്രായർ 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. Here we read how that light helped them to endure affliction. ഇവിടെ നാം വായിക്കുമ്പോൾ ആ പ്രകാശനം എങ്ങനെ അവരുടെ കഷ്ടങ്ങൾ സഹിക്കുവാൻ പ്രാപ്തരാക്കിയെന്ന് നാം കാണുന്നു. So that light that is in us should make our mind so strong, so decisive, that even if we are persecuted, if we lose our jobs, if we are taken out of our countries, still we will not deny the truth. നമ്മുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന ആ പ്രകാശം അത് നമ്മെ ശക്തീകരിച്ചിട്ട് നമുക്ക് കഷ്ടങ്ങൾ സംഭവിച്ചാലും ജോലി നഷ്ടപ്പെട്ടാലും നമ്മെ നാടുകടത്തേണ്ട അനുഭവങ്ങൾ പോയാലും നാം അത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നവരാക്കി ഈ വെളിച്ചം നമ്മെ മാറ്റണം. So people will ask you questions like this. You said you're a Christian, your God is your true God, and you changed your life so much. You've lost your job. ഒരുപക്ഷെ മനുഷ്യർ നിങ്ങളെ നോക്കി ചോദിച്ചേക്കാം, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, ഇത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, എന്ത് കാര്യം നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടല്ലോ. That's a temptation to put out your light, and you will also think, yeah, why did I lose my job? God is not with me. Who knows if this Jesus is a story or not? അത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശം കെടുത്തു കളയേണ്ടതിനായിട്ടുള്ള ഒരു പരീക്ഷയാണ്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ശരിയാണല്ലോ, ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്താണ് കാര്യം, ഇത് സത്യമാണോ, യേശുവിന്റെ കാര്യമൊക്കെ ഒരു കഥയാണോ. So when someone asks you a question like this, you're a Christian, why did this happen to you? ആരെങ്കിലും നിങ്ങളോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചു? What you must answer is, I didn't come to Jesus for a job. നിങ്ങൾ പറയേണ്ട മറുപടി, ഞാനൊരു ജോലിക്ക് വേണ്ടിയല്ല യേശുവിന്റെ അടുക്കൽ വന്നത്. I didn't come to Jesus so that he might help me to get a gold medal in my exams. എന്റെ പരീക്ഷകളിൽ ഒരു സ്വർണ്ണ മെഡൽ നേടേണ്ടതിനല്ല ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നത്. I came to Jesus because I love Jesus, and even if I don't have anything in this world, I will continue to love Jesus. ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൽ എനിക്ക് ഒന്നുമില്ല എങ്കിൽ തന്നെയും ഞാൻ യേശുവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. That will put the devil to shame. അത് പിശാചിനെ ലജ്ജിപ്പിക്കും. And this darkness will not grab that light when you make that confession. നിങ്ങൾ അങ്ങനെയുള്ള ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ ഈ ഇരുള് ആ പ്രകാശത്തെ പിടിച്ചടക്കുകയില്ല. When you look at the history of look at Bible history, നിങ്ങൾ വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ, when a lion came against Samson, ശിംശോന് നേരെ ഒരു സിംഹം വന്നപ്പോൾ he got an anointing, he tore the lion. തനിക്കൊരു അഭിഷേകം വന്നിട്ട് താൻ ആ സിംഹത്തെ കീറിക്കളഞ്ഞു. But when Daniel was put in the lion's den, എന്നാൽ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടപ്പോൾ there was no show like Samson. സാംസനെ പോലെയുള്ള വലിയ miracle. അത്ഭുതമൊന്നും അവിടെ ഇല്ലായിരുന്നു. But God shut the lion's mouth. എന്നാൽ ദൈവം ആ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. But in the time of Emperor Nero, എന്നാൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് lions were released into stadiums as people were watching, and Christians were grabbed and swallowed, and the lions ate Christians up. മറ്റു മനുഷ്യർ സ്റ്റേഡിയങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ നേരെ സിംഹങ്ങളെ തുറന്നു വിടുകയും അവ വന്ന് ക്രിസ്ത്യാനികളെ വലിച്ചു കീറി തിന്നുകയും ചെയ്തു. So what do you say? God was with Samson and God was with Daniel, and God forsook all the first century Christians, is it? അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു? ദൈവം ശിംശോനോട് കൂടിയിരുന്നു, ദാനിയേലിനോട് കൂടിയിരുന്നു, ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രിസ്ത്യാനികളെല്ലാം കൈവിട്ടുവോ? Those who think like this and see like this are people who don't have enough light in the mind. ഇങ്ങനെ കാണുകയും ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നവർ തങ്ങളുടെ മനസ്സിൽ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കാത്തവരാണ്. Don't let that light in you become darkness. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വെളിച്ചം ഇരുളാകുവാൻ അനുവദിക്കരുത്. Dying as a martyr is not a defeat, it's a glorious death. രക്തസാക്ഷിയെ മരിക്കുന്ന ഒരു പരാജയമല്ല, അത് തേജസ്സേറിയ ഒരു മരണമാണ്. Being eaten by a lion for Jesus' name is a glorious death. യേശുവിന് വേണ്ടി ഒരു സിംഹം നമ്മെ തിന്നുകയാണെങ്കിൽ അത് തേജസ്സേറിയ ഒരു മരണമാണ്. When Stephen was facing the stones, സ്തെഫാനോസ് താൻ കല്ലേറ് നേരിട്ടപ്പോൾ, remember the stones are there not to hit mangoes, the stones are there to kill men. അത് മാങ്ങ എറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ലുകളായിരുന്നില്ല, അത് മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി എറിഞ്ഞ കല്ലുകളായിരുന്നു. Huge boulders like this, each one can hit the head and finish off a man. ഇതുപോലുള്ള വലിയ കല്ലുകൾ എടുത്ത് അത് തലയിൽ പതിച്ചാൽ തന്നെ തല തകർന്ന് മരിക്കും. You tell me, when stones are hurled at you, what will you do? നിങ്ങളുടെ നേരെ ഇങ്ങനെ കല്ലെറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. What is the first posture or the way any man will stand when stones are hurled at him? കല്ലെറിയുമ്പോൾ ആദ്യം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും, അവൻ നിൽക്കുന്ന രൂപം എങ്ങനെയായിരിക്കും? ഇങ്ങനെ തല
മറച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കും അല്ലേ? You will try to protect your head first thing. നിങ്ങളുടെ തല സംരക്ഷിക്കുവാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കും. You know what Stephen did? എന്താണ് സ്തെഫാനോസ് ചെയ്തതെന്ന് അറിയുമോ? He stood on his knees. താൻ മുഴങ്കാലിൽ നിന്നോ He lifted up his hands. തന്റെ കരങ്ങൾ ഉയർത്തി. Bang, 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 stones are hitting him on his head. തന്റെ തലയിൽ അവിടെ ഇവിടെ എല്ലാം വന്ന് കല്ല് പതിക്കുന്നു. Lord, lay not these sins to their charge. കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. I see the heavens opened. ഞാൻ സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് കാണുന്നു. I can see Jesus standing up to receive me. ആ യേശുവിനെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയുന്നു. Jesus, who was sitting on the right hand of the Father, is now standing up to receive a martyr into heaven. പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി യേശു ഇപ്പോൾ ഒരു രക്തസാക്ഷിയെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കേണ്ടതിനായി എഴുന്നേറ്റ് നിൽക്കുന്നു. After a few moments, ചില നിമിഷങ്ങൾക്കുള്ളിൽ the body of Stephen was lying on the ground. സ്തെഫാനോസിന്റെ ശരീരം ഭൂമിയിൽ കിടക്കുന്നു. Blood everywhere. രക്തത്തിൽ കുളിച്ച് Skull is cracked. തന്റെ തലയോട്ടി പൊട്ടിയിരിക്കുന്നു. People surrounding him, stones all over him. മറ്റുള്ളവർ അവന്റെ ചുറ്റും നിൽക്കുന്നു. ഒരു കല്ല് അവന്റെ മേൽ കൂമ്പാരമായി കൂടിയിരിക്കുന്നു. All the people who are watching his death, what would they have said? തന്റെ മരണം നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യരൊക്കെ എന്ത് പറഞ്ഞിരിക്കും? Look at that man, his God could not protect him. ഈ മനുഷ്യനെ നോക്കുക, അവന്റെ ദൈവത്തിന് അവനെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. But that is the view of the world. അത് ലോകത്തിന്റെ വീക്ഷണമാണ്. But what was happening in heaven at that same second? അതേ സെക്കൻഡിൽ സ്വർഗത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? Jesus and Stephen were embracing each other. യേശു സ്തെഫാനോസിനെ ആലിംഗനം ചെയ്യുകയായിരുന്നു. There Jesus belongs to Stephen, Stephen belongs to Jesus. അവിടെ യേശു സ്തെഫാനോസിനുള്ളതാണ്, സ്തെഫാനോസ് യേശുവിനുള്ളതായിരിക്കുന്നു. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. We have only a few more days, brother, sister. സഹോദര സഹോദരി, ചില ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് ശേഷിച്ചിട്ടുള്ളൂ. Satan is making plans to put out the lights in this world. ഈ ലോകത്തിലുള്ള വെളിച്ചം ഇരുളാക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. But the Holy Spirit is saying stop. എന്നാൽ പരിശുദ്ധാത്മാവ് പറയാണ് നിൽക്കുക. Because he has a plan also. എന്തുകൊണ്ടെന്നാൽ അവനും ഒരു പദ്ധതിയുണ്ട്. When the darkness has so much power, ഇരുട്ടിന് ഇത്രത്തോളം ശക്തിയുള്ളപ്പോൾ that power could not touch the light of Jesus. യേശുവിലുള്ള വെളിച്ചത്തെ തൊടുവാൻ അതിന് കഴിഞ്ഞില്ല. That light that is shining in you and me is the same light of Jesus. നിങ്ങളിലും എന്നിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ വെളിച്ചം അന്ന് യേശുവിൽ പ്രകാശിച്ച അതേ വെളിച്ചമാണ്. So when that light shines in the darkness, it will touch other people who are in darkness. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിലായിരിക്കുന്ന മറ്റു പലരിലും അത് വെളിച്ചം പകരുവാൻ ഇടയായി തീരും. Before we close, നാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് we are going to pray for one point and then close. നാം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുന്നു. If possible, please stand on your knees. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുഴങ്കാലിൽ നിൽക്കുക. And all sisters, please hold your hands. സഹോദരിമാരെല്ലാം തങ്ങളുടെ കരം ചേർത്ത് പിടിച്ചാട്ടെ. All brothers, please hold your hands. സഹോദരന്മാർ തമ്മിൽ കരം കൊടുത്ത് പിടിച്ചാട്ടെ. You know what we are going to pray for? നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു എന്ന് There അറിയുമോ? is a light that is shining inside you. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശം ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. There is a darkness in your school and in your college and in your workplace. നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ കോളേജിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ഒരു ഇരുട്ടുണ്ട്. There is a darkness in your neighborhood, in your society. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ അയൽപക്കത്തിൽ ഒരു അന്ധകാരമുണ്ട്. The light that is in you should go into that darkness. നിങ്ങളിലുള്ള വെളിച്ചം ആ ഇരുളിലേക്ക് കടന്നു ചെല്ലണം. Many who are sitting in that darkness should see a great light. ആ ഇരുളിൽ ഇരിക്കുന്ന അനേകർ ഒരു വെളിച്ചം കാണുവാൻ ഇടയാകണം. In these last days, ഈ അവസാന നാളുകളിൽ before Satan comes and darkness fills the world, ഈ പിശാചി വന്ന് കൂരിട്ട് ഭൂമിയെ മൂടുന്നതിന് മുമ്പ് Jesus has a work to do through you. യേശുവിന് നിന്നിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. The light of Jesus should spread through you to the dark world. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് യേശുവിന്റെ വെളിച്ചം നിന്നിലൂടെ വ്യാപരിക്കുവാൻ ഇടയാകണം. 1 minute, let us all pray. ഒരു മിനിറ്റ് നമുക്കെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാം. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ the darkness in the church should flee. ഈ സഭയിലുള്ള ഇരുട്ട് ഓടിപ്പോകണം. Darkness in Kerala should flee. കേരളത്തിലുള്ള അന്ധകാരം ഓടിപ്പോകണം. Darkness in India should flee. ഭാരതത്തിലുള്ള ഇരുട്ട് ഓടിപ്പോകണം. This church belongs to Jesus. ഈ സഭ യേശുവിനുള്ളതാണ്. Kerala belongs to Jesus. കേരളം യേശുവിനുള്ളതാണ്. India belongs to Jesus. ഇന്ത്യ യേശുവിനുള്ളതാണ്. Oh, let us pray with all our power. നാം നമ്മുടെ മുഴു ശക്തിയോടെ നാം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. Lord, let our darkness be gone. Let this light spread into all the world, oh God. Thank you, Jesus.
Jesus, we praise you, Lord, we praise you. You know what I believe? ഞാൻ എന്ത് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയുമോ? Your power has reached heaven. നിങ്ങളുടെ ശക്തി സ്വർഗ്ഗത്തിലെത്തിയിരിക്കുന്നു. The answer has come down. അവിടെ നിന്ന് ഉത്തരം വന്നിരിക്കുന്നു. You are the light of this world. നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. And this light is going to spread throughout Kerala. ഈ വെളിച്ചം കേരളം മുഴുവൻ പ്രകാശിക്കുവാൻ പോകുന്നു. This light is going to spread throughout India. ഈ പ്രകാശം ഇന്ത്യ മുഴുവൻ വ്യാപരിക്കുവാൻ പോകുന്നു. The Holy Spirit is moving in our midst. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. The statue of liberty will not give liberty. സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ അത് സ്വാതന്ത്ര്യം നൽകിയില്ല. But where the Spirit of God is, there is liberty. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Now an anointing is coming down. ഇപ്പോൾ ഒരു അഭിഷേകം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. The Spirit of God is moving in our midst. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Thank you, Jesus. Oh, Rashabakaramaniatuda. Thank you, Jesus. Thank you, Jesus. Jesus. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാം ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. ദൈവത്തിന്റെ തേജസ്സിൽ നീങ്ങിട്. ദൈവത്തിന്റെ തേജസ്സിൽ നീങ്ങിട്. പ്രകാശിക്കവേ നാം വെളിച്ചമായി. പ്രകാശിക്കവേ നാം വെളിച്ചമായി. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുന്നു. ദൈവമക്കൾ ആത്മാവിൽ praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we turn our Bibles once again to 1 Kings chapter 7 and read verse 21. ഒരിക്കൽ കൂടി നമ്മുടെ വേദപുസ്തകം 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരാം. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതിൽക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഖീൻ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. And he set up the pillars in the porch of the temple, and he set up the right pillar and called the name thereof Jachin, and he set up the left pillar and called the name thereof Boaz. Praise the Lord. ദൈവത്തിന് സ്തോത്രം. These days we are considering the spiritual implications of the two pillars that stood at the porch of Solomon's temple. സൊലോമോന്റെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നതായ രണ്ട് സ്തംഭങ്ങളുടെ ആത്മീയ അർത്ഥങ്ങളാണ് ഈ ദിവസങ്ങൾ നാം